الصمد الجبار بسم الله عليه توكلت وإليه أنيب وهو رب العرش العظيم رب السماوات والأرض وهو رب العرش الكريم اللهم صل على سيدنا محمد الذي أرسل إلى كافة الخلق والذي أرسل رحمة للعالمين والذي أرسل هاديا ومبشرا ونذيرا وداعيا إلى الله وسراجا منيرا الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا نبي الله الصلاة والسلام عليك يا سيدي يا حبيب الله خذ بيدي قلت حيلتي أدركني يا رسول الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا صدق الله مولانا العلي العظيم صدق وبلغ رسوله النبي الكريم نحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين
قال نبينا وقائدنا وأسوتنا محمد صلى الله عليه وسلم لأن يتصدق المرء في حياته بدرهم خير له من أن يتصدق ب100 عند موته صدق رسوله الأمين صلى الله عليه وسلم خذ من شبابك قبل الموت والهرم وبادر التوبة قبل الفوت والندم واعلم بأنك مجزي ومرتهن وراقب الله واحذر زلة القدم يا ആയിഷാ നീ 4 കാര്യം നിത്യവും ചെയ്യാതുറങ്ങരുതെന്ന് ചെയ്തുപദേശവും അതിലൊന്ന് ഖുർആനോദണേ നീ 30 എന്നിട്ടു മതി പിന്നീടുറക്കം തന്നെയും അമ്പിയാക്കളെല്ലാം തന്നെയും നിനക്കന്ന് ശുപാർശ ചെയ്യാൻ നോക്കണേ നീ ഇന്ന് അതുപോലെ എല്ലാ മുസ്ലിമും നിനക്കെന്നും പൊരുത്തപ്പെടാനും നോക്കണേ നീ ഇന്നും 4-മതായി നീ ചെയ്യ് ഹജ്ജും ഉംറയും എന്നിട്ടു മതി പിന്നീടുറക്കം തന്നെയും ഈ മഹത്തായ വേദിയെ ധന്യമാക്കിയ അനുഗ്രഹീതമായ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ആദരണീയ സാന്നിധ്യം സയ്യിദ് നൗഫൽ അലി ശിഹാബ് തങ്ങൾ അവർകളെ, വേദിയിലുള്ള ഹുസൈൻ ഫൈലി, മറ്റു പണ്ഡിതന്മാർ, ഈ സംരംഭങ്ങളുടെ സാരഥ്യം വഹിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ, മഹല്ല് ജമാഅത്തിന്റെ ആദരണീയരായ സാരഥ്യങ്ങളെ, ഏറ്റവും പ്രിയങ്കരരായ ഉപ്പമാരെ, ഉമ്മമാരെ, ജ്യേഷ്ഠാനുജ സഹോദര സഹോദരിമാരെ, സ്നേഹനിധികളായ യുവ സുഹൃത്തുക്കളെ, വാത്സല്യനിധികളായ വിദ്യാർത്ഥി മിത്രങ്ങളെ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഈ സംരംഭം വീക്ഷിക്കുന്ന, ഈ പരിപാടി ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന ഇതര മത സഹോദര സമുദായ അംഗങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ സ്നേഹ ധന്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. മഹാരഥന്മാരുടെ ചാരെ നമ്മൾ ഒരുമിച്ച് കൂടിയത് നാളേക്ക് ഉപകരിക്കുന്ന വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, നന്മതിന്മകൾ തൂക്കപ്പെടുന്ന സന്ദർഭം, യാഥാർത്ഥ്യം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ സന്ദർഭത്തിൽ നമുക്ക് ഉപകരിക്കുകയും നമ്മുടെ നന്മ കൂടുതലായി വിജയം വരിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്ന സൽക്കർമ്മമായി ഒരു നല്ല സംരംഭമായി അല്ലാഹു നമ്മിൽ നിന്ന് ഈ ഉദ്യമത്തെ, ഈ ഒരുമിച്ച് കൂടിയതിനെ സ്വീകരിക്കുമാറാകട്ടെ.
ഇതിന്റെ ബറക്കത്ത് കൊണ്ട് മഹൽ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യമുണ്ടായ ഈ സദസ്സിന്റെ പുണ്യം കൊണ്ട് നമ്മുടെ സകല നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. അനുഗ്രഹീത ഉദ്യാന ഭൂമികയിൽ സ്വർഗീയ ആരാമത്തിൽ സന്തോഷിക്കുവാൻ, അവിടെ പരസ്പരം കണ്ടുമുട്ടുവാനും ആശ്ലേഷിക്കുവാനും സന്തോഷം പങ്കുവെക്കുവാനും അള്ളാഹു ഈ സദസ്സ് നിമിത്തമായി നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട് ബർസഖിയായ ജീവിതം നയിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മോട് ബന്ധപ്പെട്ടവർ, സ്നേഹജനങ്ങൾ, ബന്ധുജനങ്ങൾ, എല്ലാവരുടെയും ഖബറിടങ്ങളെ അല്ലാഹു സുഖലോലുപതയുടെ സന്തോഷത്തിന്റെ ഭവനങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിലേക്ക് അല്ലാഹു വെളിച്ചവും സുഗന്ധവും സമാധാനവും നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും സ്വർഗ അവകാശികളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ സദസ്സിന്റെ പ്രാധാന്യമോ ഇതിന്റെ പവറോ പവിത്രതയോ ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടതില്ല എന്ന ബോധ്യത്തിൽ നിന്ന് ഇവിടെ ഏൽപ്പിക്കപ്പെട്ട വിഷയം ഹ്രസ്വമായി ചർച്ച ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് വളരെ വേഗം തന്നെ നമുക്ക് പിരിയേണ്ടതുണ്ട്. എന്നെക്കാൾ ഏറെ ക്ഷീണത്തിലാണ് നിങ്ങളുള്ളത്, നിങ്ങളെക്കാൾ ഏറെ ക്ഷീണത്തിലാണ് ഞാനും ഉള്ളത്. ഇരുവിഭാഗവും വളരെ ക്ഷീണിതനായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് രണ്ടു കൂട്ടർക്കും അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹവും. ഏകദേശം 250ഓളം കിലോമീറ്റർ താണ്ടിയാണ് ഞാൻ ഈ വേദിയിലെത്തിയിട്ടുള്ളത്. ആ കണക്ക് നോക്കുമ്പോൾ ഒരു 5 മണിക്കൂറെങ്കിലും പറയണം, എന്നാലേ വന്നതിന് മുതലാവുകയുള്ളൂ. പക്ഷെ ഇന്ന് പകലിൽ മുഴുവൻ നോമ്പനുഷ്ഠിച്ചുകൊണ്ട്, മിഅ്റാജിന്റെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അതിന്റെ ക്ഷീണവും, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഒരാൾ പറഞ്ഞു, ഇടയിൽ വന്നൊരു നോമ്പായതുകൊണ്ട് സ്വാഭാവികമാണല്ലോ, ഒറ്റയിട്ട നോമ്പുകളാകുമ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും തലവേദനയും ഒക്കെ സ്വാഭാവികമാണ്. നോമ്പ് നോറ്റ് ഉച്ചയൊക്കെ ആകുമ്പോൾ ഒരു ക്ഷീണവും ഒരു തലവേദനയൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ തലവേദനയൊക്കെ ഉണ്ട് ഇന്ന് വല്ലാതെ. ഞാനപ്പോൾ ഇങ്ങനെ ആലോചിച്ചു പോയി, ഇത്രയും ദൂരം യാത്രയും കൂടി ചെയ്തു വരുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണവും. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇരുകൂട്ടർക്കും വിഷമമാകാതെ വളരെ ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ ഈ വിഷയത്തെ അവതരിപ്പിച്ച് ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിച്ചാൽ സുബ്ഹിക്ക് മുമ്പേ ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് നിങ്ങൾ ആമീൻ പറഞ്ഞില്ലല്ലോ? ആരും ആമീൻ പറയുന്നത് കണ്ടില്ല. പ്രഭാഷണ സദസ്സിൽ പങ്കെടുത്തിട്ട് ആമീൻ പറയാതിരിക്കണമെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? സുബ്ഹിക്ക് മുമ്പെന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും അല്ലേ? നിങ്ങൾ പേടിക്കേണ്ട, ഇശാ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ തുടങ്ങിയത്. ഇനിയുള്ള ഓരോ നിമിഷവും സുബ്ഹിക്ക് മുമ്പുള്ള സമയമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അടുത്ത നിമിഷം ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കപ്പെടാതിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് വളരെ വേഗം അവസാനിപ്പിക്കും. നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയ ആളുകളുടെ ചാരത്താണ്, അവരുടെ നാമധേയത്തിലാണ് ഈ സംഗമം, ഈ പ്രഭാഷണ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന, പരിസരങ്ങളിലായി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്വഹാബികളുടെ ഉന്നതമായ സ്മരണയെ അയവിറക്കിയാണ്, അവരെ ഓർത്തുകൊണ്ടാണ്, അവരുടെ മഹത്വവും അവരുടെ പ്രകീർത്തനങ്ങളും വാനോളം ഉയരുന്ന സദസ്സിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്, ഇത്തരം സംഗമങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത്, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ പൊരുത്തവും തൃപ്തിയും കരകരമാക്കി അവരോട് കൂടെ നിന്നുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുക എന്നുള്ളതാണ്. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂൻ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം ഏറ്റെടുത്ത് ജീവിതം നയിച്ച സ്വഹാബ, ആ
സ്വഹാബകളുടെ ജീവിതചര്യയോട് പിന്തുടർന്നുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ച സലഫുകൾ, സ്വാലിഹീങ്ങൾ, താബീങ്ങൾ, തബഉ താബീങ്ങളിലൂടെ കടന്നു വന്ന് ലോകത്തിന്റെ അന്ത്യം വരെ, ഈ ലോകം നശിക്കുന്ന ദിനം വരെ പരിശുദ്ധ പ്രവാചകരുടെ ചര്യയെ ജീവിപ്പിച്ചുകൊണ്ട് സ്വഹാബത്തിന്റെ മാർഗത്തെ അനുധാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ റളിയല്ലാഹു അൻഹും, അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആ തൃപ്തി നേടാനാണ്, പടച്ചവന്റെ പൊരുത്തം സമ്പാദിക്കാനാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നാം സംഘടിപ്പിക്കുന്നത്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും വിഷയം? വളരുന്ന യുഗവും തളരുന്ന യുവത്വവും. ഈ വിഷയത്തിന്റെ ആദ്യ ഭാഗം ഞാൻ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യുഗം ഏറെ വളർന്നിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ് നമ്മൾ ഈ കാണുന്ന എല്ലാം. നമ്മൾ ജീവിക്കുന്ന കാലം വളരെയേറെ വളർന്നിട്ടുണ്ട്. ഓരോ ദിനവും പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ, പുതിയ നിഗമനങ്ങളിലൂടെ ലോകത്തിന്റെ വളർച്ച വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന, അഥവാ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തിന്റെ കീഴിൽ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ ഒരു മനുഷ്യന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന വിധത്തിൽ ശാസ്ത്രം വളർന്നിരിക്കുന്നു. നമ്മുടെ വീടിന്റെ അകത്തളത്തിൽ 7 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിന് ഈ ലോകത്തെ തന്റെ കൈവെള്ളയിൽ കൊണ്ടുവരാൻ കഴിയുന്നു എന്നർത്ഥം. കമ്പ്യൂട്ടറും നെറ്റും ആധുനിക സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ചെറിയ ബാലികക്ക് പ്രപഞ്ചത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളെയും തന്റെ കൈവെള്ളയിൽ ഒതുക്കാൻ കഴിയും വിധം ഭൗതിക ലോകം വളർന്നുകൊണ്ടിരിക്കുമ്പോ, ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുമ്പോ, ഈ യുഗത്തിന്റെ വളർച്ചയെ കുറിച്ച് ഏറെ വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതനുഭവിക്കുകയും ആസ്വദിക്കുകയും അതിന്റെ വഴികളിലൂടെ ചിന്തിക്കുകയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും, അല്ലേ? ചെറിയ കുട്ടികൾ പോലും ഇന്ന് കമ്പ്യൂട്ടറിന്റെ വലിയ മേഖലകളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, വല്യുപ്പമാർക്ക് ഒരു പക്ഷേ അറിഞ്ഞുകൂടായിരിക്കാം, പിറന്നു വീണ കുഞ്ഞിന് ഈ ലോകത്തിന്റെ സാധ്യതകളെ എത്തിപ്പിടിക്കാൻ കഴിയുന്ന തലത്തിലാണ്. ഈ അടുത്ത പത്രത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി, അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ന്യൂസ്. എന്താണത്? പ്രസവിക്കപ്പെട്ട കുഞ്ഞ്, സാധാരണ ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജന്മം കൊള്ളുമ്പോൾ പ്രസവിക്കുക സ്വാഭാവികമാണ്, പ്രസവം കഴിഞ്ഞാൽ കരയുക സ്വാഭാവികമാണ്. പ്രസവ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ചൂടും വേവും അനുഭവിക്കുമ്പോ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ കുഞ്ഞ് മാതാവിന്റെ ഉദരത്തിൽ സ്വസ്ഥനായി സന്തോഷത്തോടുകൂടി അല്ലലില്ലാതെ അലട്ടലില്ലാതെ ജീവിതം നയിച്ച് 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 മിനിറ്റും 9 സെക്കൻഡും കഴിഞ്ഞ് പൂർണ്ണ ഗർഭത്തിൽ നിന്ന് പ്രസവിക്കപ്പെട്ട കുഞ്ഞ്. സാധാരണ നമ്മുടെ ഉമ്മമാര് പറയാറുണ്ട്, 10 മാസം ഗർഭം ചുമന്നു, നൊന്ത് പ്രസവിച്ചു എന്നൊക്കെ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം, പഠിച്ചിടത്തോളം അതൊരു വെറും പറച്ചിലാണ്. കാരണം ഒരു ഉമ്മയും ഒരു കുഞ്ഞിനെ 10 മാസം പൂർണ്ണമായി ഗർഭം ചുമക്കുകയില്ല. ഒരു ഉമ്മയും ഒരു കുഞ്ഞിനെ 10 മാസം പൂർണ്ണമായി ഗർഭം ചുമക്കുകയില്ല. പിന്നെ അത് പറയുന്നതോ അതങ്ങനെ പഴമക്കാർ പറഞ്ഞു വന്ന് അതിനെ തുടർന്ന് നമ്മളിങ്ങനെ ഒരു വീറോടെ വാശിയോടെ ഞാൻ അത്രയേറെ നിന്നെ കൊണ്ടു നടന്നിട്ടുണ്ട് എന്നതിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ ഉമ്മമാർ പറയുന്ന ഒരു വർത്തമാനമാണത്. കൃത്യമായി ശാസ്ത്രം പറയുന്നത് 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 മിനിറ്റും 9 സെക്കൻഡുമാണ് ഒരു ഗർഭത്തിന്റെ പൂർണ്ണ കാലഘട്ടം. അത് കഴിഞ്ഞാൽ കുഞ്ഞ് പ്രസവിക്കപ്പെടുക എന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ച ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മഹത്തുക്കൾ പറയുന്നു. അങ്ങനെ പ്രസവ പ്രക്രിയയിലൂടെ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞ് ഈ ഭൂമിയുടെ ചൂടും വേവും അനുഭവിക്കുമ്പോൾ അവൻ നിലവിളിക്കുന്നു. എന്നാൽ അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്താണ്? പ്രസവിക്കപ്പെട്ട കുഞ്ഞ് കരച്ചിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞിങ്ങനെ കരയുകയാണ്. കരഞ്ഞ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുമോ എന്ന് വൈദ്യശാസ്ത്രത്തിന് പേടിയായി. ഈ കുഞ്ഞിങ്ങനെ നിർത്താതെ കരഞ്ഞാൽ ജീവഹാനി സംഭവിക്കുമോ? വിശുദ്ധന്മാരായ ഡോക്ടർമാർ ഓടിയെത്തി പ്രസവമുറിയിൽ ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കാൻ, എന്തുകൊണ്ടെന്ന് പരിശോധിക്കാൻ, എന്താണ് കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധന നടത്താൻ പ്രഗത്ഭരായ വിശുദ്ധന്മാർ ഡോക്ടർമാർ പാഞ്ഞെത്തി. പരിശോധനകൾ പലതും നടത്തി. കുഞ്ഞിങ്ങനെ കരയാൻ മാത്രം വേദനിക്കാൻ സാധ്യതയുള്ള ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം ഡോക്ടർമാർ മുഖത്തോട് മുഖം നോക്കി ഇനി എന്ത് ചെയ്യും? ഈ കുഞ്ഞിന്റെ കരച്ചിലൊന്ന് ഒതുക്കണമല്ലോ, ഈ കുഞ്ഞ് കരയുന്നതൊന്ന് നിർത്തണമല്ലോ. എന്ത് വഴി? ഡോക്ടർമാരിങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി വേവലാതിപ്പെട്ടു. അവർക്ക് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് പ്രസവമുറിയിലുള്ള നഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരു ആയുധം, ഒരു കത്രിക താഴേക്ക് വീണു, തറയിലേക്ക് വീണു. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അത്ഭുതകരമായ ഒരു വാർത്തയായിരുന്നു ഇത്. ലോകത്തിന്റെ വളർച്ചയെ കുറിച്ച്, നമ്മുടെ ചിന്താഗതികളെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു സംഭവം. അങ്ങനെ ആ നഴ്സിന്റെ കയ്യിൽ നിന്ന് താഴേക്ക് ചിതറി വീണ കത്രികയുടെ ശബ്ദം കേട്ടപ്പോൾ കുഞ്ഞ് പെട്ടെന്ന് കരച്ചിൽ നിർത്തി. തറയിൽ വീണ ആയുധത്തിന്റെ ചിൽ ശബ്ദം കേട്ടപ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്തുകയാണ്. ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തി. ആ ശബ്ദത്തിന്റെ മുഴക്കം കുഞ്ഞിന്റെ കാതിൽ നിന്ന് മറഞ്ഞപ്പോൾ വീണ്ടും കുഞ്ഞ് കരയാൻ തുടങ്ങി. അങ്ങനെ ഡോക്ടർമാർ ഒന്നുകൂടി പരിശോധനാർത്ഥം ആ കത്രികയെടുത്ത് വീണ്ടും തറയിലേക്കിട്ടു. അതിന്റെ ശബ്ദം മുഴങ്ങിയപ്പോൾ കുഞ്ഞ് കരച്ചിലൊതുക്കി. അതിന്റെ ശബ്ദം മങ്ങിയപ്പോൾ വീണ്ടും കുഞ്ഞ് കരയാൻ തുടങ്ങി. ഡോക്ടർമാർ അതിനെക്കുറിച്ച് ചിന്തിച്ചു, എന്തുകൊണ്ടിങ്ങനെ? ഈ കത്രികയുടെ ചിൽ ശബ്ദം കേൾക്കുമ്പോൾ, ആയുധം താഴെ വീഴുമ്പോഴുണ്ടാകുന്ന മുഴക്കം, അത് കേൾക്കുമ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്താൻ കാരണം എന്താണ്? അവർ ഈ കുഞ്ഞിന്റെ അമ്മയെ സമീപിച്ചു. എന്നിട്ട് ചോദിച്ചു, പ്രസവകാലത്തുള്ള ശുശ്രൂഷ രംഗങ്ങളെ കുറിച്ച്, അവസ്ഥകളെ കുറിച്ച് പഠിച്ചു. പ്രസവകാലത്തുള്ള പരിചരണത്തെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. അപ്പോൾ ആ സഹോദരിയുടെ ജീവിതത്തിൽ ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ ഗർഭം ചുമന്ന കാലഘട്ടത്തിൽ ഡോക്ടർമാർ കൃത്യമായ ബെഡ് റെസ്റ്റ് നിർദ്ദേശിച്ചിരുന്നു. അനങ്ങാതെ കിടക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. ഈ ഗർഭം സുഖകരമായി പ്രസവിക്കാൻ സാധിക്കണമെങ്കിൽ പൂർണ്ണമായ വിശ്രമം നിർദ്ദേശിക്കപ്പെട്ടു. ഡോക്ടർമാർ അതനുസരിച്ച് ഈ കുഞ്ഞിനെ ഗർഭം ചുമന്ന അമ്മ എന്ത് ചെയ്തു? വീട്ടിനകത്ത് പുറത്തിറങ്ങാതെ എല്ലാ സൗകര്യങ്ങളുമുള്ള മുറിക്കകത്ത് കിടക്കുകയാണ്. തീരെ അനങ്ങാൻ പാടില്ലെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. അങ്ങനെ കുറെ ദിവസങ്ങൾ ഒരു മുറിയിൽ കിടന്നപ്പോ ഉമ്മക്ക് അസ്വസ്ഥത, അമ്മക്കാകെ അസ്വസ്ഥതയായി. ആ അസ്വസ്ഥതയിൽ നിന്നൊരു മോചനം നേടാൻ അമ്മ വീടിന്റെ മുറിക്കകത്ത് ടെലിവിഷനും അതുപോലെ വലിയ മ്യൂസിക് സിസ്റ്റവും സ്ഥാപിച്ചു. വലിയ വാർത്തയായിരുന്നു, അത്ഭുതത്തോടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടി ചിന്തയുള്ള മനുഷ്യന്റെ മുമ്പിലേക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് തന്നിരുന്നു. ദി ടൈംസ് പത്രവും ദ ഹിന്ദു പത്രവും ഒക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ അമ്മയുടെ ഗർഭകാല ജീവിതത്തെ കുറിച്ച് പഠിച്ചപ്പോ ഒരു മുറിക്കകത്ത് സ്വസ്ഥതയ്ക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി മ്യൂസിക് സിസ്റ്റം സ്ഥാപിച്ചുകൊണ്ട് അമ്മ സദാ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ടെലിവിഷനിലെ ആട്ടും പാട്ടും കേട്ടുകൊണ്ട് ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് അനുഭവിക്കുന്ന അമ്മയുടെ ഈ മ്യൂസിക്കിനോടുള്ള, ഈ സംഗീതത്തോടുള്ള അതിയായ ഭ്രമം ആസ്വദിച്ചുകൊണ്ടാണ് ഈ അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് കിടക്കുന്നത്. വൈദ്യശാസ്ത്രം പറയുന്നു, 4 മാസം ഗർഭത്തിലെത്തിയ കുഞ്ഞ് അമ്മയുടെ എല്ലാ നീക്കങ്ങളെയും ചലനങ്ങളെയും കൃത്യമായി ഒപ്പിയെടുക്കുകയും അതിനനുസരിച്ച് തന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗർഭിണികളായ സ്ത്രീകളോട് പ്രത്യേകം വസിയത്ത് ചെയ്തത്? സഹോദരിമാര് ചിന്തിക്കണം,
എന്നെ കേൾക്കുന്ന ഉമ്മമാര് ചിന്തിക്കണം, ലോകത്തിന്റെ വളർച്ചയെ കുറിച്ചാ ഞാൻ പറഞ്ഞു വരുന്നത്. എന്നിട്ട് വേണം നമുക്ക് യുവത്വത്തിന്റെ തളർച്ചയെ കുറിച്ച് പറയാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സ അനുഗ്രഹിക്കട്ടെ. ഈ വിഷയം വിശാലമായി അവതരിപ്പിക്കേണ്ടതാണ്. എനിക്ക് പേടിയുണ്ട്, എനിക്ക് ഭയമുണ്ട്. ഈ വിഷയത്തിന്റെ 4 അതിർത്തികളെ തൊടാൻ കഴിയുമോ? ഈ വിഷയത്തിന്റെ 4 അതിരുകളിലൂടെ ഒന്ന് സഞ്ചരിച്ചു പോകാൻ കഴിയുമോ എന്ന ഭയം എനിക്കുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 1.5 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കുകയും വേണം. നല്ല ക്ഷീണത്തിലാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ക്ഷമിക്കുമല്ലോ അല്ലേ? ക്ഷമിക്കുമെന്ന പ്രത്യാശയോടുകൂടി അല്ലാഹു റബ്ബുൽ ഇസ്സ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്ര ദൂരം താണ്ടിയല്ലേ ഞാൻ വന്നത്. ഞാൻ വന്ന അത്ര ദൂരത്തിൽ നിന്ന് വന്ന ആളുകൾ ആരും ഈ സദസ്സിൽ ഉണ്ടാകില്ല. ഉണ്ടാകുമോ? സാധ്യതയില്ല. ഇനി മൈക്കക്കാരെങ്ങാനും ദൂരം നിന്ന് വന്നവരാണെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വളരെ ശ്രദ്ധയോടെ കേൾക്കുക. വളരെ കുറഞ്ഞ സമയം വിശുദ്ധമായ ഖുർആന്റെ ചർച്ചയിലൂടെ, പരിശുദ്ധ പ്രവാചകർ പറഞ്ഞ വചനങ്ങളുടെ പൊരുളർത്ഥങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ 1.5 മണിക്കൂർ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ആദരണീയരായ തങ്ങളവരുടെ ആത്മീയ നിർവൃതിയാർന്ന പ്രാർത്ഥന നടന്ന സദസ്സാണിത്. മുബാറക്കായ ഒരു സദസ്സാണ്. സ്വാഗത ഭാഷണത്തിൽ നിന്ന് തങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചു, കഴിഞ്ഞ തവണ ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ച് തങ്ങളവകളെ കിട്ടിയില്ല, അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. അതിന്റെ ഒരു സങ്കടം കൂടി തീർത്തുകൊണ്ടാണ് ഇന്ന് തങ്ങളവകൾ ഈ വേദിയിൽ സന്നിഹിതനായത്. അല്ലാഹു റബ്ബുൽ ഇസ്സ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെ നമ്മുടെ നാട്ടിൽ വരിക, നമുക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരുടെ സാന്നിധ്യവും സാമീപ്യവും കിട്ടുക എന്നതൊക്കെ വലിയ ഭാഗ്യമാണ്. പാണക്കാട് സയ്യിദുമാരെ കുറിച്ച് പഠിച്ചറിഞ്ഞ ആളുകൾക്ക് അത് പ്രത്യേകിച്ചു പറയേണ്ടതില്ല. പാണക്കാട് സയ്യിദുമാരെ കുറിച്ച് കൃത്യമായി അടുത്തറിയുന്ന ആളുകൾക്ക് അതേക്കുറിച്ച് പറയേണ്ടതില്ല. അവരൊക്കെ വലിയ ആളുകളാണ്. നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് ഓടിയെത്തുന്നു എന്നതിലപ്പുറം അവർക്കൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ജീവിതത്തിന്റെ ഒരു മേഖലയുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയണം, അല്ലേ? ഭൗതികമായ കോടതിയുടെ വിധി ആത്മീയമായ കോടതിയിൽ നിന്ന് മാറ്റം വരുത്തിച്ച ആളാണ് പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ എന്ന് പറയുന്ന മഹാനവറുകൾ. ഭൗതിക കോടതിയുടെ വിധിയെ ആത്മീയ കോടതിയിൽ നിന്ന് മാറ്റം വരുത്തിച്ചയാൾ മഹാനായ PMSA പൂക്കോയ തങ്ങൾ. അതായത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഹൈദർ അലി ശിഹാബ് തങ്ങളുടെയും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും ഒക്കെ പിതാവ്, ഉമർ അലി ശിഹാബ് തങ്ങളുടെയും ഒക്കെ പിതാവ് മഹാദരരായ PMSA പൂക്കോയ തങ്ങൾ. ആ തങ്ങളുടെ രക്തത്തിൽ പിറന്ന മക്കൾ ഒട്ടും പവറിൽ കുറവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെയൊക്കെ നാവിന് വല്ലാത്ത അസറുണ്ട്. അവരൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞു തന്നെയാണ്. അവരൊരു കാര്യം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, അവർ നമ്മെ അനുഗ്രഹിച്ചാൽ, അവർ നമ്മെ ആശീർവദിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഇത്തരം സദസ്സുകളിൽ അവരെത്തിപ്പെടുമ്പോൾ അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, അതാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാഹു റബ്ബുൽ ഇസ്സ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അങ്ങനെയുള്ളവരെയൊക്കെ സ്വീകരിക്കാനും അവരുടെയൊക്കെ പൊരുത്തം സമ്പാദിക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വെച്ചത്, നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലൊക്കെ ഒന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, തങ്ങളവர்கள் ദുആ ചെയ്തു പോയൊരു സദസ്സാണിത്. ആ ബറക്കത്ത് ഈ സദസ്സിൽ മുറ്റി നിൽക്കുന്നു. അല്ലാഹു അതുകൊണ്ട് തന്നെ നമ്മുടെ ദുആകളും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ മനസ്സിന്റെ വേദനകളും വേദനകളും ഒക്കെ അല്ലാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം ഡോക്ടർമാർ കുഴഞ്ഞു. അങ്ങനെ അമ്മയോട് ജീവിതകാലം പരിശോധിച്ചപ്പോ ആ പെൺകുട്ടി ഗർഭകാലം മുഴുവനും മ്യൂസിക്കിന്റെ അടിമയായി, റിയാലിറ്റി ഷോകളുടെ അടിമയായി, ഗാനം ആസ്വദിച്ചുകൊണ്ട്, വാദ്യമേളങ്ങൾ ആസ്വദിച്ചുകൊണ്ട് കഴിയുകയായിരുന്നു എന്നവർക്ക് ബോധ്യം വന്നു. അങ്ങനെ എന്ത് ചെയ്തുവെന്നറിയുമോ? ഈ പെണ്ണ് പ്രസവിച്ചു കിടക്കുന്ന മുറിയിൽ കുഞ്ഞിന്റെ കരച്ചിലൊതുക്കാൻ ഒരു മ്യൂസിക് സിസ്റ്റം സ്ഥാപിച്ചു കൊടുത്തു ഡോക്ടർമാർ. അത്ഭുതം! ആ മ്യൂസിക് ഓൺ ചെയ്യുമ്പോൾ കുട്ടിയുടെ കരച്ചിൽ നിർത്തുന്നു. അങ്ങനെ ഒരു ദിവസം മുഴുവനായും കുഞ്ഞിന്, ആദ്യ ദിനം കുഞ്ഞിന് മുഴുവനായും മ്യൂസിക് കേൾപ്പിച്ചു കൊടുത്തു. കുഞ്ഞ് സന്തോഷത്തോടുകൂടി മ്യൂസിക് ആസ്വദിച്ചുകൊണ്ട് പ്രസവമുറിയിൽ അമ്മയുടെ ചാരത്ത് കിടന്നുകൊണ്ട് അമ്മിഞ്ഞ പോലും നുകരേണ്ടതില്ലാത്ത വിധം സന്തോഷത്തോടെ കുഞ്ഞ് കഴിയുകയാണ്. പിറ്റേ ദിവസം ഡോക്ടർമാർ പരീക്ഷണാർത്ഥം അല്പസമയം മ്യൂസിക് ഒന്ന് ഓഫ് ചെയ്തു. ആ സമയം കുഞ്ഞ് വീണ്ടും കരയാൻ
പറയാൻ തുടങ്ങി. കൃത്യമായ പരിചരണത്തിലൂടെ മാസങ്ങൾ എടുത്തുകൊണ്ടാണത്രേ ഈ കുഞ്ഞ് ഒരു മനുഷ്യ കുഞ്ഞിന്റെ രൂപത്തിൽ, അഥവാ ഒരു യഥാർത്ഥമായ ഒരു കുഞ്ഞ് പ്രതികരിക്കുന്ന തലത്തിലേക്ക് എത്തിപ്പെട്ടത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോ, ആ വിധത്തിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള കാലഘട്ടത്തിൽ, വളർച്ച പ്രാപിച്ച ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവതയുടെ അവസ്ഥ എന്താണ്, യുവത്വത്തിന്റെ അവസ്ഥ എന്താണെന്ന് പറയാനാണ് ഈ സദസ്സ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. എല്ലാ അർത്ഥത്തിലും വളർന്ന് അവസാനം അള്ളാഹുവിന്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യാൻ വളർന്നിരിക്കുന്ന, അള്ളാഹുവിനെ പോലും ചോദ്യം ചെയ്യാൻ വളർന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സമുദായത്തിൽ നിന്ന് വളർന്നു വരുന്ന തലമുറ പോലും അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ ചോദ്യം ചെയ്യുന്നിടത്തേക്ക് കാലം എത്തിപ്പെട്ടിരിക്കുന്നു. ഇത് തമാശ പറയുന്നതല്ല. അതുകൊണ്ട് ഗൗരവതരമായ വിധത്തിൽ അഭൂതപൂർവമായ വളർച്ച പ്രാപിച്ച യുഗത്തിൽ യുവത്വത്തിന്റെ ധർമ്മം എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായിട്ടാണ് യൗവനത്തെ വരച്ചു കാണിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഷയം ഗഹനമായി ഉൾക്കൊള്ളാൻ കഴിയുന്നത് പ്രായമുള്ളവർക്കാണ്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധമായ ഖുർആന്റെ വചനങ്ങളിലൂടെ യുവത്വത്തിന്റെ ധർമ്മം, അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അല്ലാഹുവേ, ഇത്രമേൽ പ്രത്യേകതകളുള്ള, ഇത്രമേൽ മഹത്തായ ഒരു കാലം എനിക്ക് കഴിഞ്ഞു പോയല്ലോ എന്ന് ചിന്തിക്കാൻ കഴിയുന്നത് പ്രായമുള്ളവർക്കാണ്. നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഞാൻ സൂചിപ്പിക്കുന്നത്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇതിന്റെ ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുകയും നമുക്ക് അല്ലാഹു നൽകിയ ജീവിതത്തിന്റെ ഏറ്റവും നല്ല വസന്തകാലം, ജീവിതത്തിന്റെ ഏറ്റവും നല്ല മനോഹരമായ കാലഘട്ടം, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒഴുക്കിന്റെ മുമ്പിൽ തളർന്നിരിക്കാതെ, കാലത്തിന്റെ അബദ്ധമായ സഞ്ചാരത്തിന്റെ മുമ്പിൽ തളർന്നു പോകാതെ ശക്തിയോടുകൂടി മുന്നോട്ട് നീങ്ങാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആനിൽ സൂറത്തു അത്തീൻ ഒരു ചെറിയ അധ്യായമാണ്, വളരെ പ്രാധാന്യമുള്ള അധ്യായം. ആ അധ്യായത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സ മനുഷ്യ ജീവിതത്തിന്റെ 3 ഘട്ടങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കണേ നിങ്ങൾ, മനുഷ്യ ജീവിതത്തിന്റെ 3 ഘട്ടങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സ നമുക്ക് പറഞ്ഞു തരികയാണ്. വത്തീനി വസ്സൈത്തൂൻ. ഈ ആയത്തുകൾ ഞാൻ ഓതുമ്പോൾ, ഈ സൂറത്ത് അറിയാവുന്ന ആളുകൾ ഈ ആയത്തുകളെ മനസ്സിലൊന്ന് ഓതി നോക്കുക. അത് വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ സഹായകമാണ്. വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. വളരെ പവിത്രമായ മനോഹരമായ സൂറത്താണ്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുകളുടെ കൂട്ടത്തിൽ ഭംഗിയുള്ള സൂറത്ത് എന്ന് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ച സൂറത്താണ് സൂറത്തു തീൻ. എന്തുകൊണ്ടാണ് ഈ സൂറത്ത് ഭംഗിയുള്ളതായത്? മനുഷ്യ ജീവിതത്തിന്റെ 3 ഘട്ടങ്ങളെ ഈ വിശുദ്ധ വചനങ്ങൾക്കിടയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സ പരാമർശിക്കുകയാണ്. വത്തീൻ, അത്തിയാണേ സത്യം. വസ്സൈത്തൂൻ, സൈത്തണ്ണയാണേ സത്യം, ഒലിവാണേ സത്യം.
അറബികളുടെ വിഭവങ്ങളാണ്. അറബികളുടെ സൽക്കാരങ്ങളിലെ ഏറ്റവും പ്രഥമമായും പ്രത്യേകതയുള്ളതായും അവർ കാണുന്ന 2 ഭക്ഷ്യ വിഭവങ്ങളാണ്. അറബികൾക്ക് അത് പറഞ്ഞാൽ പ്രത്യേക താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന്റെ അർത്ഥങ്ങൾ അവർ ഉൾക്കൊള്ളാൻ അല്ലാഹു റബ്ബുൽ ഇസ്സ അവർക്ക് ഇഷ്ടപ്പെട്ട 2 വിഭവങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് സത്യം ചെയ്യുകയാണ്. വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീൻ. പുണ്യമാക്കപ്പെട്ട പർവ്വതം തന്നെ സത്യം. പുണ്യമാക്കപ്പെട്ട പർവ്വതം തൂരി സീനായെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു റബ്ബുൽ ഇസ്സ തൗറാത്ത് കൊടുക്കാൻ വേണ്ടി ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് മൂസാ നബിക്ക് അല്ലാഹു തൗറാത്ത് കൈമാറാൻ ഉപയോഗപ്പെടുത്തിയ സ്ഥലം, ആ പർവ്വതത്തെ കുറിച്ചാണ് തൂരി സീന എന്ന് പറയുന്നത്. സീനാ പർവ്വതം, അതേക്കുറിച്ച് കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നു. വഹാദൽ ബലദിൽ അമീൻ. വിശ്വസ്തമായ മക്ക നാടു തന്നെ സത്യം. അല്ലാഹു ഏറെ ഇഷ്ടപ്പെട്ട നാടാണ് മക്ക. എല്ലാവരെയും വിശ്വസ്തയോടുകൂടി ഏറ്റെടുക്കാൻ തയ്യാറായ നാട് മക്ക നാട് തന്നെ സത്യം. എന്താണ് അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്? ശ്രദ്ധിക്കണേ. ഇനിയാണ് വിഷയത്തിന്റെ കാതൽ. അല്ലാഹു റബ്ബുൽ ഇസ്സ വളരെ പ്രാധാന്യമുള്ള പ്രത്യേകതകളുള്ള ഒരുപാട് കാര്യങ്ങൾ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് എന്താ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് നല്ലതുപോലെ പഠിച്ചു വെക്കുക, നല്ലതുപോലെ ഓർത്തു വെക്കണേ. അല്ലാഹു റബ്ബുൽ ഇസ്സ പറയുകയാണ്, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. തീർച്ചയായും മനുഷ്യനെ ഏറ്റവും നല്ല പ്രകൃതിയിലാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും നല്ല ഭംഗിയുള്ള ആകൃതിയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന്. എല്ലാം കൊണ്ടും ഭംഗിയുള്ള പ്രകൃതിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സ മനുഷ്യന് നൽകിയിട്ടുള്ളത്. അഴകുള്ള ജീവികൾ ഭൂമിയിൽ വേറെയുമുണ്ട്. പക്ഷേ ആ ജീവികളുടെ എല്ലാ അവയവങ്ങളും അവയുടെ ഭംഗിക്കനുസരിച്ച് പ്രകൃതിദത്തമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ മനുഷ്യൻ മുഅ്തദിലൽ ഖാമ എന്നാണ് വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയത്. എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യന്റെ ശരീരം ഒത്ത ശരീര പ്രകൃതിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സ മനുഷ്യന് കൊടുത്തിട്ടുള്ളത്. വേറെ ഒരു ജീവജാലങ്ങൾക്കും ഈ ഒരു പ്രകൃതി അല്ലാഹു കൊടുത്തിട്ടില്ല. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കണേ, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് എന്താണ്? മനുഷ്യക്കുഞ്ഞിന്റെ ജന്മത്തെ കുറിച്ചാണ് അല്ലാഹു ഈ പരാമർശിക്കുന്നത്. ഒരു കുഞ്ഞിന്റെ ജന്മത്തെ കുറിച്ചാണ് അല്ലാഹു പരാമർശിക്കുന്നത്. അഥവാ ഏതൊരാളുടെയും മനസ്സിൽ താല്പര്യം തോന്നുന്ന, ഏതൊരാളുടെയും മനസ്സിൽ ഇമ്പം തോന്നുന്ന വിധത്തിലാണ് മനുഷ്യക്കുഞ്ഞിനെ അല്ലാഹു സൃഷ്ടിക്കുന്നത്. അല്ലേ? വേറെ ജീവികളുടെ കുഞ്ഞുങ്ങൾ പ്രസവിക്കപ്പെട്ട സമയത്ത് അവയെ കാണാൻ ഒരു അഴകുമുണ്ടാകില്ല. നല്ല ഭംഗിയുള്ള ജീവിയാണ് മയില്. നല്ല കാണാൻ നല്ല അഴകുള്ള ഒരു പക്ഷി മയില്, അല്ലേ? മയിലിന്റെ കുഞ്ഞിനെ കാണാനോ, മയില് പ്രസവിച്ച സമയത്ത് മുട്ടയിട്ട് വിരിഞ്ഞ സമയത്ത് അതിന്റെ കുഞ്ഞിനെ കാണാനോ എന്താണ് അതിന്റെ രീതി? ഒരിക്കലും അതിന്റെ കുഞ്ഞിനെ കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. മനോഹരമായ രീതിയിൽ, നല്ല രീതിയിൽ വീടുകൾക്കൊക്കെ അഴകായി നമ്മൾ കാണുകയും മനോഹരമായി നമ്മൾ വളർത്തുകയൊക്കെ ചെയ്യുന്ന ജീവിയാണല്ലോ, ഒരു പക്ഷിയാണല്ലോ പ്രാവ്. അത് മുട്ടയിട്ട് വിരിക്കുമ്പോ അതിന്റെ കുഞ്ഞിനെ കാണാൻ ഒരു ഭംഗിയും ഇല്ല. ആ പ്രാവ് വിരിച്ചു കഴിഞ്ഞ് അതിന്റെ കുട്ടി ഇങ്ങനെ വലുതായി തുടങ്ങി, അതിന്റെ ശരീരത്തിൽ അതിന്റെ ചിറകും തൂവലുകളും ഒക്കെ വന്നു തുടങ്ങുമ്പോഴാണ് അതിനെ കാണാൻ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ താല്പര്യപ്പെടുന്നത്. അതുവരെ നമുക്കത് ഇഷ്ടമാവുകയില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കണേ, വിശുദ്ധമായ ഖുർആന്റെ പരാമർശം ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം.
ഒരു മനുഷ്യ കുഞ്ഞ് ജന്മം കൊള്ളുമ്പോൾ, ഒരു പെണ്ണ് പ്രസവമുറിയിൽ നിന്ന് പ്രസവ വാർത്ത കേൾക്കുമ്പോൾ, നമ്മുടെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നു, പെങ്ങൾ പ്രസവിച്ചിരിക്കുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് കാണാനും കോരിയെടുക്കാനും മുത്തം കൊടുക്കാനും കൊഞ്ചാനും കുഴയാനും നമ്മുടെ മനസ്സ് മോഹിക്കുന്നുവെങ്കിൽ, ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് തിരക്ക് കൂടുന്നുവെങ്കിൽ, ആ കുഞ്ഞിന്റെ കരച്ചിലൊന്ന് കേൾക്കാൻ നമ്മുടെ മനസ്സ് കുതിക്കുന്നുവെങ്കിൽ, ആ കുഞ്ഞിനെ ഒന്ന് വാരിയെടുക്കാൻ ഉമ്മമാരെ നിങ്ങളുടെ മനസ്സ് പിടക്കുന്നുവെങ്കിൽ, എന്തുകൊണ്ടാണത്? അല്ലാഹു റബ്ബുൽ ഇസ്സ പറഞ്ഞതാണ്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ആരുടെയും മനസ്സിൽ താല്പര്യം തോന്നുന്ന വിധത്തിലാണ് അല്ലാഹു മനുഷ്യ കുഞ്ഞിന് ജന്മം നൽകുന്നത്. മനുഷ്യന്റെ കുഞ്ഞിന് അല്ലാഹു ജന്മം നൽകുന്നത് ആർക്കും താല്പര്യം തോന്നുന്ന വിധത്തിലാണ്, പ്രകൃതിയിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഒരു കുഞ്ഞിന്റെ ജന്മത്തെ കുറിച്ചാണ് ഈ പറയുന്നത്, ശൈശവത്തെ കുറിച്ച്. ആ കുഞ്ഞിനെ വാരിയെടുക്കാനും കോരിയെടുക്കാനും മുത്തം കൊടുക്കാനും താലോലിക്കുവാനും തലോടുവാനും ഒക്കെ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു അല്ലേ? കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പ്രസവിച്ച കുട്ടിയുടെ ഉടൻ തന്നെ വാരിയെടുത്തുകൊണ്ട് നമ്മൾ ആ കുഞ്ഞിനെ കളിപ്പിക്കുന്നതിനിടയിൽ ഒരിക്കലും പറഞ്ഞു പോകാൻ പാടില്ലാത്ത വർത്തമാനങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ഈ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവാൻ ഇടയില്ല. എന്റെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു പതിവുണ്ട്. ഉമ്മമാർ കുഞ്ഞിനെ ആദ്യം കയ്യിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ചില രീതികളുണ്ട്. ഒരു കുഞ്ഞിനെ ആദ്യമായി നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ബാങ്കും ഇഖാമത്തും കൊടുക്കുക എന്ന ധർമ്മം നമ്മൾ നിർവഹിക്കണം. അതൊരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. അതില്ലാതിരുന്നാൽ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ അതിന്റെ പിഴവുകൾ സംഭവിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിക്കുകയാണ്. പ്രസവിക്കപ്പെട്ട ഉടനെ കുഞ്ഞിന്റെ കാതിൽ, വലതു കാതിൽ ബാങ്കും ഇടതു കാതിൽ ഇഖാമത്തും കൊടുക്കേണ്ടതുണ്ട്. പെൺകുഞ്ഞാണെങ്കിൽ ഇഖാമത്ത് മാത്രം മതി, ബാങ്ക് വേണ്ടതില്ല എന്നും പറയുന്നത് കേൾക്കാം. മഹാന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതായാലും രണ്ട് കുഞ്ഞാണെങ്കിലും ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നത് നല്ലതു തന്നെ എന്നതാണ് പണ്ഡിത മതം. അല്ലാഹു റബ്ബുൽ ഇസ്സ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ആ കുഞ്ഞിന്റെ കാതിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കുമ്പോഴാണ് ആ കുഞ്ഞുമായി ബന്ധപ്പെട്ട സകല പൈശാചികമായ ദുർബോധനങ്ങളും അകന്നു പോകുന്നത്. ആ കുഞ്ഞിന് ആരോഗ്യ ദൃഢഗാത്രമായ ജീവിതം സാധ്യമാകുന്നത്. ആ കുഞ്ഞിന് അല്ലാഹുവിന്റെ പൊരുത്തം ലഭിക്കുന്നത്. എന്നാൽ വിപരീതമായി ചില ഉമ്മമാരെങ്കിലും കുഞ്ഞിനെ ആദ്യമായി കയ്യിൽ കിട്ടുമ്പോഴേക്ക് പരിസരം മറന്നുകൊണ്ട്, എല്ലാം മറന്നുകൊണ്ട് ആ കുഞ്ഞിനോട് ക്രൂരത കാണിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. പല വിധത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലേ ഉമ്മമാര് പറയും, കൊച്ചു കള്ള എത്ര സമയമായി നിന്നെ കാത്തു നിൽക്കുന്നു, നീയൊന്നിങ്ങ് വരാൻ എത്ര സമയമായി കാത്തു നിൽക്കുന്നു. ആദ്യം തന്നെ ആ കുഞ്ഞു മോൻ കേൾക്കുന്ന വിളി കള്ളൻ എന്ന വിളിയാണ് അല്ലേ? വളർന്ന് വലുതാകുമ്പോൾ അവൻ ഏറ്റവും വലിയ തസ്കരനായി മാറുന്നതിൽ നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം ആ കുഞ്ഞ് ആദ്യം ഭൂമിയിലേക്ക് വന്നപ്പോൾ ഉടൻ കേൾക്കുന്നത്, അതോ ഉത്തരവാദപ്പെട്ട, തന്നെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ലാളിക്കുകയും ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട തന്റെ വല്യുമ്മയിൽ നിന്ന്, വല്യുപ്പയിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്നാണ് ഈ വിളി കേൾക്കുന്നത്. ആ കുഞ്ഞ് തീർച്ചയായും അത് ഒപ്പിയെടുക്കുകയും അതിന്റെ ഫലം തന്റെ ജീവിതത്തിൽ പ്രകടമാവുകയും ചെയ്യുമെന്നാണ് അല്ലേ? കുഞ്ഞ് പ്രസവിക്കപ്പെട്ടിട്ട് 6 മാസത്തിനിടയിൽ ഒരു കുഞ്ഞ് എന്തൊക്കെ കേൾക്കുന്നോ അതൊക്കെ ഫീഡ് ചെയ്തു വെച്ചിരിക്കും കുഞ്ഞിന്റെ ഹൃദയത്തിൽ എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നുണ്ട്, ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ടത് മുതൽ 6 മാസം വരെ, വളരെ നീണ്ട കാലം. ഉമ്മമാർ ശ്രദ്ധിക്കണം, കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് അനാവശ്യ സംസാരങ്ങൾ പോലും പാടില്ലെന്ന് വളരെ ആ രംഗത്തെ വിചക്ഷണർ രേഖപ്പെടുത്തുമ്പോൾ ആ കുഞ്ഞ് അതൊക്കെ ഫീഡ് ചെയ്തു വെക്കും. എന്നിട്ടോ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ പുറത്തേക്ക് അവൻ കൊണ്ടുവരും. ഹൃദയത്തിൽ ഫീഡ് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ അവൻ പുറത്തേക്ക് കൊണ്ടുവരും. നമ്മൾ സംസാരിച്ചതൊക്കെ അവൻ ഇങ്ങനെ പുറത്തേക്ക്, അവന്റെ
അവന്റേതായ പ്രായത്തിനൊത്തതല്ലാത്ത വർത്തമാനങ്ങൾ അവൻ പറഞ്ഞുകൊണ്ട് തുടങ്ങും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, അത്തരം വർത്തമാനങ്ങൾ പറഞ്ഞു പോകരുത്. കുഞ്ഞ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി വളരാൻ പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ ഉത്തരവാദിത്വമുള്ളവർ അതിന്റെ ധർമ്മം നിർവഹിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. വിശുദ്ധ ഖുർആൻ ഒരു കുഞ്ഞിന്റെ ശൈശവത്തെ ഒരു ആയത്തിലൂടെ ഒതുക്കി. തൊട്ടടുത്ത് അല്ലാഹു പറയുന്നു, സുമ്മറദദ്നാഹു അസ്ഫല സാഫിലീൻ. എല്ലാവരും ആഗ്രഹിക്കുന്ന പ്രകൃതത്തിൽ ജനിച്ച കുഞ്ഞ് ആരും ഇഷ്ടപ്പെടാത്ത പ്രകൃതത്തിൽ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്നു. സുമ്മറദദ്നാഹു, പിന്നെ നമ്മൾ അവനെ തിരിച്ചു വിളിക്കുന്നതാണ് അസ്ഫല സാഫിലീൻ. ഒന്നിനും കഴിയാത്തവനായി, ശേഷിയില്ലാത്തവനായി, നിസ്സാരരിൽ നിസ്സാരനായി, ശാരീരികമായ ശേഷി മുഴുവൻ നഷ്ടപ്പെട്ടു, അംഗബലം ക്ഷയം സംഭവിച്ചു, നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ഒന്ന് ജീവിതത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും അവനാകുന്നില്ല. ഒന്നിരിക്കണമെങ്കിൽ മറ്റൊരാളുടെ സഹായം അനിവാര്യമാണ്, ഒന്ന് നടക്കാൻ മറ്റൊരാളുടെ കൈത്താങ് അനിവാര്യമാണ്. ആ വിധത്തിൽ പ്രായാധിക്യം കൊണ്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ നാം അവനെ തിരിച്ചു വിളിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. മനുഷ്യന്റെ വാർദ്ധക്യത്തെയാണ് ഈ സൂചിപ്പിക്കുന്നത്. ചിന്തിക്കണേ, കുട്ടിക്കാലത്തെ അല്ലാഹു പറഞ്ഞു, തൊട്ട ഉടനെ അല്ലാഹു പറയുന്നത് വാർദ്ധക്യത്തെയാണ്. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കുട്ടിക്കാലം കഴിഞ്ഞാൽ പിന്നെ നേരെ വാർദ്ധക്യമല്ലല്ലോ. കുട്ടിക്കാലം കഴിഞ്ഞാൽ പിന്നെ നേരെ വാർദ്ധക്യമല്ലല്ലോ വരുന്നത്. പിന്നെയോ അതിന്റെ ഇടയിൽ മനോഹരമായ യൗവനമുണ്ട്. എന്തേ അല്ലാഹു അത് പറയാതെ പോയത്? യൗവനത്തെ കുറിച്ച് എന്തേ അല്ലാഹു പരാമർശിച്ചില്ല? ചിന്തിക്കണേ, നിങ്ങൾ ആലോചിക്കണം നല്ലതുപോലെ. വിശുദ്ധമായ ഖുർആൻ എല്ലാ അർത്ഥത്തിലും എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കുട്ടിക്കാലത്തെ പറഞ്ഞുകൊണ്ട് പിന്നെ യൗവനത്തെ പറയാതെ വാർദ്ധക്യത്തെയാണ് അല്ലാഹു പരാമർശിച്ചത്. ഒന്നുകൂടി ആയത്തുകൾ നമുക്ക് ഓതാം. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ ഏറ്റവും നല്ല പ്രകൃതിയിൽ നാം സൃഷ്ടിച്ചിരിക്കുന്നു. അതവന്റെ ശൈശവത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ. പിന്നെ അല്ലാഹു പറയുന്നത് സുമ്മറദദ്നാഹു അസ്ഫല സാഫിലീൻ. ഒന്നിനും ശേഷിയില്ലാത്തവനായി, പ്രായാധിക്യത്തിന്റെ പ്രയാസങ്ങൾ പേറുന്നവനായി അവനെ നാം തിരിച്ചു വിളിക്കും. അത് വാർദ്ധക്യത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അതിനിടയിലെ യൗവനത്തെ അല്ലാഹു പറയാതെ പോയതെന്താണ്? യുവത്വം എന്ന് പറയുന്ന മഹത്തായ കാലഘട്ടം അതൊരായത്തിനിടയിൽ ഒതുക്കാൻ പറ്റുന്നതല്ല, ഒരായത്തിന്റെ വാൽകഷ്ണത്തിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്തെ പറഞ്ഞ് വാർദ്ധക്യത്തെയും പറഞ്ഞ് പിന്നെ വിശാലമായി, പ്രവിശാലമായി, മനോഹരമായി അല്ലാഹു യൗവനത്തെ അവതരിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വിശുദ്ധമായ ഖുർആന്റെ വചനങ്ങൾക്കിടയിലൂടെ യുവത്വത്തിന്റെ മഹത്വം നമ്മൾ അറിയുമ്പോ അതൊരിക്കലും തളർച്ച അനുഭവപ്പെടാൻ പാടില്ല. നമ്മുടെ യുവത്വം ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല. ഏതൊക്കെ പ്രതിസന്ധികൾ കടന്നു വന്നാലും, ഏതെല്ലാം പ്രതിസന്ധികൾ ആർത്തലച്ചു കടന്നു വന്നാലും ശരി, യൗവനം കൊണ്ട് അതിനെയൊക്കെ തട്ടിമാറ്റിയിട്ട് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കാൻ, വിജയത്തിന്റെ സോപാനങ്ങളിലേക്ക് കടന്നു പോകാൻ നമ്മുടെ യൗവനം നമുക്ക് ഉപയോഗപ്പെടേണ്ടതുണ്ട്. മഹാന്മാർക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞുപോയ മഹത്തുക്കൾ അതിന് സാക്ഷികളാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കുട്ടിക്കാലത്തെ പറഞ്ഞ് വാർദ്ധക്യത്തെയും പറഞ്ഞ് പിന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചർച്ച ചെയ്യുന്നത് മഹത്വമാർന്ന യൗവനത്തെ കുറിച്ചാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. നീണ്ട ആയത്തിലൂടെ
അല്ലാഹു റബ്ബുൽ ഇസ്സ യൗവനത്തിന്റെ പ്രത്യേകതയാണ് പറഞ്ഞു തരുന്നത്. എന്താണ് യുവത്വമെന്ന് പഠിക്കണേ ചെറുപ്പക്കാരാ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ. നമുക്ക് അല്ലാഹു നൽകിയ ആയുസ്സിനിടയിലെ 60 വയസ്സ് കാലം അല്ലെങ്കിൽ 70 വയസ്സ്, അതിനിടയിലെ ഏറ്റവും മനോഹരമായ കാലമേതാണ്? അത് നിന്റെ യൗവനത്തിന്റെ സുന്ദരമായ വസന്തമാണ്, യുവത്വത്തിന്റെ വസന്തമാണ്. അത് നല്ലതുപോലെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഒരിക്കലും നമ്മുടെ യുവത്വം തളർന്നു പോകേണ്ടതല്ല, ക്ഷീണിക്കേണ്ടതല്ല. യുവത്വം അതിന്റെ ആർജവത്തോടെ കരുത്തോടുകൂടി നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇവിടെയാണ് വിശുദ്ധമായ ഖുർആൻ വിരൽ ചൂണ്ടുന്നത്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഈ ആയത്തിന്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ ആവർത്തിച്ച് അടിവരയിടുകയാണ്. കുട്ടിക്കാലത്തിന്റെ ഒരു ചാബല്യം എന്ന് പറയുന്നത് ഒരു കുട്ടി നിർവഹിക്കുന്ന അമലുകളുടെ ആരാധനാ കർമ്മങ്ങളാവട്ടെ, സുഹൃതങ്ങളാവട്ടെ, എന്തൊരു പ്രവർത്തനമാകട്ടെ, അതിന്റെ ധാർമ്മികമായ അതിന്റെ അവസ്ഥ എന്താണ്? ഉദാഹരണം, ഒരു കുട്ടി നിസ്കരിക്കുകയാണ്, പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത ഒരു കുട്ടി നിസ്കരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ആ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? മഹാന്മാർ പറയുന്നു, ആ കുട്ടിയുടെ നിസ്കാരത്തിന്റെ പ്രതിഫലം അവന്റെ ഉപ്പാക്കുള്ളതാണ്, അവന്റെ ഉമ്മാക്കുള്ളതാണ്, അവന് നിസ്കരിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദിനുള്ളതാണ്, അവന് നിസ്കരിക്കാൻ സൗകര്യമൊരുക്കി കൊടുത്ത ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ആ നിസ്കാരത്തിന്റെ പ്രതിഫലത്തിന് അവകാശികളാണ് എന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദുആഉൽ വലദി ഹഖ്ഖുൽ ലിൽ വാലിദ്. മക്കളുടെ പ്രാർത്ഥനക്ക് മാതാപിതാക്കൾ അവകാശിയാണ്. മക്കളുടെ പ്രാർത്ഥനക്ക്, മക്കളുടെ ഇബാദത്തിന് മാതാപിതാക്കൾ അവകാശികളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചത്, ഇദാ ബലഗ, നിങ്ങളുടെ കുട്ടികൾ ഇദാ ബലഗു 7 സിനീന ഫഅ്മുറുഹും ബിസ്സലാത്ത്, 7 വയസ്സ് തികഞ്ഞാൽ നിങ്ങൾ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. അല്ലേ? ഇന്ന് ഉമ്മമാർ ചെയ്യുന്നത് 7 വയസ്സ് കഴിഞ്ഞാൽ ഉടൻ പട്ടുറുമാരിൽ ഒരു ചാൻസ് കിട്ടുമോ നോക്കാൻ വേണ്ടി പരിശീലിപ്പിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടത്തെ അവസ്ഥ അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ എന്തെങ്കിലും ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഇവിടത്തെ കുറിച്ചല്ല, ഏട്ടിക്കുളത്തെ കുറിച്ചല്ല, മറിച്ച് അതൊക്കെ മണ്ണാർക്കാടിനെ കുറിച്ച്, കാഞ്ഞിരപ്പുഴയെ കുറിച്ചാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എനിക്ക് ഇവിടെ നിന്ന് പോകണമല്ലോ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നതൊന്നും ഇവിടത്തുകാരെ കുറിച്ചല്ല, അതൊക്കെ എന്റെ നാട്ടുകാരെ കുറിച്ചാണ് എന്ന് കൂടി സാന്ദർഭികമായി ഞാൻ ചേർത്ത് വെക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ഈയിടെ ഒരു വഅദിന്റെ സദസ്സിൽ ദുആ ചെയ്യാൻ വേണ്ടി ഒരു എഴുത്ത് കിട്ടി, ദുആ ചെയ്യാൻ വേണ്ടി ഒരു സംഭാവന ലിസ്റ്റ്. എന്താണ് ആ ലിസ്റ്റിലുള്ളതെന്നറിയോ? മകൾക്ക്, എന്റെ പെൺകുട്ടിക്ക്, മോൾക്ക് പട്ടുറുമാലിൽ പ്രവേശനം കിട്ടാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം, 500 രൂപ സംഭാവന. ഇത് വെറുതെ പറയുന്നതല്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മുടെ ഉമ്മമാരുടെ ഒരു മനോഗതി അല്ലേ? എന്റെ കുട്ടിക്ക് ഇൽമു പഠിയാൻ ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടല്ല സംഭാവന തരുന്നത്. എന്റെ കുട്ടിക്ക് പട്ടുറുമാലിൽ പ്രവേശനം കിട്ടാൻ അതിന്റെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അതിൽ പ്രവേശനം കിട്ടാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം. അത് ദുആ ചെയ്യാൻ പറഞ്ഞ സദസ്സോ മജ്ലിസ് നൂറിന്റെ സദസ്സോ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മഹാന്മാരായ ബദരീങ്ങളെ അനുസ്മരിക്കുന്ന, ബദരീങ്ങളുടെ മദദ് കൊണ്ട് വിജയം പ്രതീക്ഷിക്കുന്ന ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ഒരു ഉമ്മയുടെ അഭ്യർത്ഥന, മോൾക്ക് പട്ടുറുമാലിൽ പ്രവേശനം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം, അതിനുവേണ്ടി 500 രൂപ സംഭാവന. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെയൊന്നും അങ്ങനെയുള്ള ഉമ്മമാരുണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെയുള്ള ഉമ്മമാരൊന്നും ഈ പരിസരത്തൊന്നും ഉണ്ടാവില്ല. കാരണം സ്വഹാബികളുടെ സുന്ദരമായ ആത്മീയതയുടെ ധന്യമായ സുഗന്ധം ഏറ്റുകൊണ്ട്, പരിലസിച്ചുകൊണ്ട്, അതിന്റെ അനുഭവത്തിൽ, ആസ്വാദനത്തിൽ ജീവിക്കുന്ന, കഴിഞ്ഞു പോകുന്ന മണ്ണിലാണ് നിങ്ങൾ താമസിക്കുന്നത്.
ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. അവരിൽ ആരെ നിങ്ങൾ അനുധാവനം ചെയ്താലും നിങ്ങൾക്ക് സന്മാർഗം സിദ്ധിക്കാം എന്ന് പരിശുദ്ധ പ്രവാചകർ പരിചയപ്പെടുത്തിയ മഹത്തുക്കൾ. അവരുടെ പരിലാളനയിലാണ്, അല്ലെങ്കിൽ അവരുടെ ആത്മീയ തർബിയത്തിലാണ് ഈ പ്രദേശവും പരിസരങ്ങളും ഉള്ളത് എന്ന് നമുക്ക് അനുമാനിക്കാം. അള്ളാഹു അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ദീനിന്റെ ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ ഒതുങ്ങി നിന്ന് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലേ, ആലോചിച്ചു നോക്കൂ നിങ്ങൾ, നമ്മുടെ കുഞ്ഞുമക്കൾ ചെയ്യുന്ന ഇബാദത്തുകൾ, ചെറിയ കുട്ടികൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഒരു പങ്ക് മാതാപിതാക്കൾക്കുണ്ട്. അവർക്ക് മാത്രമല്ല, അതിന് ആ കുഞ്ഞിന് പരിശീലനം കൊടുത്ത, വുളു ചെയ്യാൻ പഠിപ്പിച്ച, റുകൂ ചെയ്യാൻ പഠിപ്പിച്ച, നിസ്കരിക്കാൻ പഠിപ്പിച്ച, നിയ്യത്ത് മുതൽ സലാം വരെയുള്ള നിസ്കാരത്തിന്റെ കർമ്മങ്ങളും മർമ്മങ്ങളും അതിന്റെ നർമ്മങ്ങളും അതിന്റെ വചനങ്ങളും കർമ്മങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദുമാർക്ക് അവകാശപ്പെട്ടതാണ് ആ കുഞ്ഞ് നിർവഹിക്കുന്ന ഇബാദത്തിന്റെ ഒരു അംശം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് കുഞ്ഞുമക്കൾക്ക് ഇബാദത്ത് ചെയ്യാൻ താല്പര്യമുണ്ടാക്കണം. മദ്രസകളിൽ നിന്നവർ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ ഉമ്മമാരെ നിങ്ങൾ പ്രചോദനം നൽകണം. അതിന് ഉമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത്, ഉമ്മമാരാണ് ആ കാര്യം ഓർക്കേണ്ടത്. അങ്ങനെ വലിയ ഭാഗ്യമുള്ള ആളുകളാണ് ഉമ്മമാർ. ആ കുഞ്ഞ് ഒരു ഉമ്മയുടെ ഉപദേശം കേട്ടുപോയി നിസ്കരിച്ചാൽ, ഒരു നിസ്കാരം നിർവഹിച്ചാൽ, ഉമ്മ നിനക്ക് കിട്ടുന്ന പ്രതിഫലം, ആ കുഞ്ഞിന്റെ സുജൂദിന്റെ പ്രതിഫലം, ആ കുഞ്ഞിന്റെ റുകൂഇന്റെ പ്രതിഫലം, ആ കുഞ്ഞിന്റെ ഇഴ്തിദാലിന്റെ പ്രതിഫലം, ആ കുഞ്ഞുമോളുടെ ഇബാദത്തിന്റെ ഫലത്തിൽ നിന്നൊരു വിഹിതം നിനക്കുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതാണ് കുട്ടിക്കാലത്തെ ഇബാദത്തിന്റെ പ്രത്യേകത. അഥവാ പൂർണ്ണമായി അത് ആ കുഞ്ഞിന് കിട്ടുന്നില്ല, ഭാഗിക്കപ്പെടുന്നു എന്നർത്ഥം. എന്നാൽ പ്രായമാകുമ്പോഴുള്ള അവസ്ഥ എന്താ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മളിങ്ങനെ കരുതും, ഇപ്പൊ ഒന്നും ഹജ്ജിനൊന്നും പോകണ്ട, കുറച്ചൊക്കെ പ്രായമാകട്ടെ, ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് 50 വയസ്സൊക്കെ കഴിഞ്ഞ് ഏറെക്കുറെ മരണത്തിന്റെ കാലൊച്ച ഇങ്ങനെ കേൾക്കാറായി തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഹജ്ജിനൊക്കെ പോകാം. അതുവരെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ജീവിച്ച് അങ്ങനെ പോട്ടെ. എന്നിട്ട് അവസാനം ജീവിതത്തിന്റെ അന്ത്യം കാണാനാവുന്ന സമയത്ത് നമുക്കൊരു ഹജ്ജൊക്കെ ചെയ്യാം എന്ന് കരുതുന്ന ആളുകൾ ഉണ്ടാകും. അള്ളാഹു അതിന് അവസരം കൊടുക്കാതെ ഇടക്കാലത്ത് വെച്ചവരുടെ റൂഹ് പിടിക്കുമെന്നൊരു പേടിയൊന്നും ഇല്ലാതെ. ചിലരങ്ങനെയാണല്ലോ, ആഗ്രഹിച്ചു മോഹിച്ചുകൊണ്ട് കാത്തിരിക്കും. പക്ഷേ അതിനിടയിൽ അള്ളാഹു അവന്റെ അവധി തീരുമാനിച്ചിട്ടുണ്ടാകും. അള്ളാഹു തീരുമാനിച്ച അവധി എത്തിയാൽ, ടൈം എത്തിയാൽ, പിന്നെ ഒരു ശ്വാസം പോലും ഒരാൾക്കും അള്ളാഹു അനുവാദം നൽകില്ല എന്ന് വിശുദ്ധ ഖുർആൻ. റബ്ബ് തീരുമാനിച്ച സമയം എത്തിയാൽ പിന്നെ ഒരു ശ്വാസത്തിന് പോലും ഒരാൾക്കും അള്ളാഹു അനുവാദം തരില്ല. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, എത്രയേറെ മരണങ്ങൾ നമ്മൾ കാണുന്നു. ഈ അടുത്ത് വിവാഹ സദസ്സിലേക്ക് പുതുമണവാളൻ ചമഞ്ഞുകൊണ്ട് നിക്കാഹിന് പോകുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആളും പരിവാരവും കാത്തു നിൽക്കുന്നത്. നിക്കാഹിന് വേണ്ടി എല്ലാവരും ഒരുങ്ങി നിക്കാഹിന്റെ ചെയറുകളിട്ട് ഉസ്താദും മുഅദ്ദിനും വലിയും ആളുകളുമൊക്കെ കാത്തിരിക്കുകയാണ്. പുതിയാപ്പിള വരുന്നത് കാത്തിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരനും തന്റെ കൂട്ടുകാരും ഒത്തുകൊണ്ട് നിക്കാഹിന്റെ സദസ്സിലേക്കുള്ള യാത്രാ മധ്യേ അവർ സഞ്ചരിച്ച വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റി. അള്ളാഹുവിന്റെ പരീക്ഷണം. വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റി. വാഹനം മതിലിടിച്ചു, മറിഞ്ഞു, മരത്തിലിടിച്ചു. വാഹനം ആകെ കേടുപാടുകൾ സംഭവിച്ചു. ആ വാഹനത്തിൽ, കാറിൽ 5 പേരാണ് യാത്ര ചെയ്തിരുന്നത്. എന്നാൽ മറ്റുള്ളവർക്കൊന്നും ഒരു ചെറിയ മുറിവ് പോലും ഏറ്റില്ല. ആ വാഹനത്തിൽ അന്നത്തെ താരമായിരുന്ന, എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ചെറുപ്പക്കാരനായ വരൻ ആ അപകടത്തിൽ മരണപ്പെടുകയാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് ഈയിടെ സംഭവിച്ച സംഭവമാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ വാഹനത്തിലുണ്ടായിരുന്ന മറ്റു 4 പേർക്കും ഒരു പോറൽ പോലും ഏറ്റില്ല. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ വികൃതികൾ, അള്ളാഹുവിന്റെ ഓരോ തീരുമാനങ്ങൾ. അതാണ് അള്ളാഹു ഒരാൾക്ക് തീരുമാനിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും അള്ളാഹു ഒരാൾക്കും ഇവിടെ അവസരം തരില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ചിന്തിക്കുക. എന്നാൽ അങ്ങനെ പ്രായമാകട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്ന നമ്മുടെ മുമ്പിലോ
ശാരീരികമായ അസ്വസ്ഥതകൾ കടന്നു വന്നു, ശാരീരികമായ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നമുക്ക് കുനിയാൻ വയ്യ, നിവർന്നു നിൽക്കാൻ വയ്യ, ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നില്ല, വുളൂ ചെയ്യാൻ കഴിയുന്നില്ല, റുക്കൂ ചെയ്യാൻ കഴിയുന്നില്ല, ഫലത്തിൽ നിസ്കരിക്കാൻ കഴിയാതെയായി, നമ്മളൊരു ഭാഗത്ത് തളർന്ന് കിടപ്പിലായി, നമ്മളൊരു ഭാഗത്ത് അവശനായി കിടപ്പിലായി. നിസ്കാരം നഷ്ടപ്പെടുകയാണ്, ഇബാദത്തുകൾ ചോർന്നു പോവുകയാണ്. ചെറുപ്പകാലത്തിലെ ഇബാദത്തുകൾ ഭാഗിക്കപ്പെട്ടു, വാർദ്ധക്യത്തിൽ ഇബാദത്തുകൾ ചെയ്യാൻ കഴിയാതെ വന്നു. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ യൗവനത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും, ചെറുപ്പത്തിലെ ആരാധനകൾ ഭാഗിക്കപ്പെട്ടാലും, വാർദ്ധക്യത്തിൽ ആരാധന എടുക്കാൻ കഴിയാതെ വന്നാലും ശ്രദ്ധിക്കണേ. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. യുവത്വത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് അല്ലാഹു പറഞ്ഞു തരികയാണ്. വിശ്വാസത്തോടുകൂടി സുഹൃതങ്ങൾ ചെയ്ത് യൗവനത്തിന്റെ ജീവിതം നയിച്ചവർ, യുവത്വത്തെ ഉപയോഗപ്പെടുത്തിയ ആളുകൾ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സുഹൃതധന്യമായ ജീവിതം നയിച്ചുകൊണ്ട് യൗവനത്തെ ധന്യമാക്കിയ ആളുകളുണ്ടല്ലോ, ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഒന്നും കുറഞ്ഞു പോകാതെ, ഒന്നും നഷ്ടപ്പെടാതെ, മറ്റൊരാൾക്കും പങ്കുവെക്കേണ്ടി വരാതെ, ആർക്കും ഭാഗിക്കപ്പെടാതെ, ആർക്കും അവകാശപ്പെടാനില്ലാത്ത വിധത്തിൽ അതിന്റെ അമലുകൾ മുഴുവൻ അവന് തന്നെ ലഭിക്കുന്നതാണ്. അവൻ അമൽ ചെയ്ത കാലഘട്ടത്തിൽ മാത്രമല്ല, അതിന്റെ മുമ്പും അതിന്റെ പിമ്പുമായി അവന്റെ ഏടുകൾ നിറക്കപ്പെടുന്നതാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഒന്നുകൂടി ചിന്തിക്കണേ, നിങ്ങൾ ആലോചിക്കണേ. ഞാൻ ഒന്നുകൂടി അത് ക്ലാരിഫൈ ചെയ്യാം. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, കുട്ടിക്കാലത്ത് നിർവഹിക്കുന്ന ഇബാദത്തുകൾ അതിന്റെ പ്രതിഫലം പലർക്കുമായി ഭാഗിക്കപ്പെടുന്നു. വാർദ്ധക്യത്തിൽ ഇബാദത്ത് ചെയ്യാൻ കഴിയാതെ വരുന്ന ഇബാദത്തിൽ കുറവ് വരുന്നു. ഫലത്തിൽ കുട്ടിക്കാലത്തിലെ ഇബാദത്തിലും കുറവ്, വാർദ്ധക്യത്തിലെ ഇബാദത്തിലും കുറവ്. ചെറുപ്പകാലക്കാരനെ പോലെ നിസ്കരിക്കാൻ കഴിയുന്നില്ല, ആരോഗ്യമില്ല. നിസ്കരിക്കുന്നെങ്കിൽ തന്നെ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഇരുന്നാ നിസ്കരിക്കുന്നത്. അതിന്റെ ഒരു കുറവ് സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. നിന്ന് നിസ്കരിക്കുന്നയാൾക്ക് കിട്ടുന്ന പ്രതിഫലം ഇരുന്ന് നിസ്കരിക്കുന്ന ആൾക്ക് കിട്ടില്ല. ഇരുന്ന് നിസ്കരിക്കുന്നയാൾക്ക് കിട്ടുന്ന പ്രതിഫലം കിടന്ന് നിസ്കരിക്കുന്നയാൾക്ക് കിട്ടില്ല. എന്നാലും അവന്റെ ബാധ്യത നിർവഹിക്കാൻ അത് ചെയ്തേ പറ്റൂ. അതാണ് ഇസ്ലാമികമായ അധ്യാപനം. ഓരോന്നിനും അതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ കുറവ് വരുമ്പോ അതിന്റെ പ്രതിഫലത്തിലും കുറവുണ്ട്. എന്നാൽ അങ്ങനെയാകുമ്പോൾ യൗവനത്തിന്റെ പ്രാധാന്യമോ, യുവത്വത്തിൽ ഒരാൾ നിർവഹിക്കുന്ന ഇബാദത്തിന്റെ പ്രത്യേകത എന്താണ്? ചെറുപ്പക്കാരാ, നീ നിന്റെ യൗവനത്തിന്റെ പ്രസരിപ്പിൽ ഒരു വഖത്ത് നിസ്കാരം നിർവഹിച്ചാൽ, മോനെ പള്ളിയിൽ നിന്ന് ഹയ്യ അലസ് സ്വലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് നിന്നെ ക്ഷണിക്കുമ്പോൾ, ആരോഗ്യമുള്ള, എല്ലാ അർത്ഥത്തിലും സൗകര്യമുള്ള, ദൂരെയാണ് വീടെങ്കിലും വാഹന സൗകര്യം നിനക്കുണ്ട്, എത്രയും വേഗം പള്ളിയിലേക്ക് എത്തിപ്പെടാൻ നിനക്ക് ബൈക്കുണ്ട്, കാറുണ്ട്, എല്ലാ സൗകര്യങ്ങളും നിനക്കുണ്ട്. എവിടെയാണെങ്കിലും നിസ്കരിക്കാനും അത് പള്ളിയിൽ വെച്ച് തന്നെ നിർവഹിക്കാനും സൗകര്യങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ തൊട്ടടുത്തു തന്നെ പള്ളികൾ ധാരാളമുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നീ ഒരു വഖത്ത് നിസ്കരിച്ചാൽ, ചെറുപ്പക്കാരെ, സ്നേഹത്തോടെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹു നൽകുന്ന ഈ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിന്റെ അവസാന ശ്വാസം അള്ളാഹു എപ്പോഴാണ് കണക്കാക്കിയിരിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ലല്ലോ. നിങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കാണും. ഈ കഴിഞ്ഞ ആഴ്ചയിൽ മദീനയിൽ വെച്ചുകൊണ്ട് 32 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. ഏകദേശം 2 ആഴ്ച മുമ്പ് 32 വയസ്സുകാരനായ ചെറുപ്പക്കാരനാണ് ജീവിതത്തിന്റെ മോഹങ്ങളെ എത്തിപ്പിടിക്കാൻ വേണ്ടി കുടുംബത്തെ വിട്ട്, നാട് വിട്ടുകൊണ്ട് ജോലിക്ക് വേണ്ടി മദീനയിൽ ചെന്ന ചെറുപ്പക്കാരൻ അവിടെ ഒരു മെസ്സിൽ പാചകക്കാരനായി ജോലി ചെയ്യുകയാണ്. 32 വയസ്സുള്ള സുദ്ദീഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ചെറുപ്പക്കാരന്റെ വീട്. ആ ചെറുപ്പക്കാരനെ നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തു ഞാൻ കഴിഞ്ഞ തവണ ഉംറക്ക് പോയപ്പോ, 2 ആഴ്ച മുമ്പ് ഉംറക്ക് പോയ സമയത്ത്.
സന്തോഷത്തോടുകൂടി സംസാരിച്ചു, കുറെ സമയം സംസാരിച്ചിരുന്നു. വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ ഒരു പൊന്നു മോൻ പിറന്നിട്ടുണ്ട്, 5 മാസമേ പ്രായമായിട്ടുള്ളൂ. കഴിഞ്ഞ തവണ നാട്ടിൽ വന്നു പോകുമ്പോ ഭാര്യ ഗർഭിണിയായിരുന്നു. ഈ ചെറുപ്പക്കാരൻ നാട്ടിൽ നിന്ന് പോയിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. തന്റെ ഭാര്യ പ്രസവിച്ചു, ഒരു കുഞ്ഞു മോനെ പ്രസവിച്ചു. ആ കുഞ്ഞു മോന്റെ മുഖമൊന്ന് നേരിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതിയായ ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കുകയാണ്. റമദാൻ കഴിഞ്ഞാൽ നാട്ടിൽ വരണമെന്ന മോഹത്തോടുകൂടി തന്റെ പൊന്നുമോനെ ഒന്ന് കാണാൻ, ഒന്ന് ചേർത്ത് വെക്കാൻ, ഒന്ന് മുത്തം കൊടുക്കാനുള്ള ആഗ്രഹം ഒരു പിതാവിന്റെ മനസ്സിൽ കുന്നുകൂടിയിട്ട് അതിനുവേണ്ടിയുള്ള ദിവസങ്ങൾ എണ്ണി കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാരൻ. പക്ഷേ എന്താ സംഭവിച്ചതെന്നറിയോ? ആ ചെറുപ്പക്കാരന്റെ ഉമ്മയുടെ ഉദരത്തിൽ വെച്ച്, സിദ്ദീഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ ഉമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോ 4 മാസം പ്രായമായ കുഞ്ഞാകുന്ന സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, മോനെ മദീനയിൽ വെച്ചുകൊണ്ട് ഇന്ന തീയതിയിൽ ഇന്ന സമയത്ത് നിന്റെ മരണം സംഭവിക്കും എന്ന്. സുബ്ഹാനല്ലാഹ്. മോനെ കാണാനുള്ള ആഗ്രഹം ബാക്കി വെച്ചുകൊണ്ട്, നാട്ടിൽ വരാനുള്ള മോഹം ബാക്കി വെച്ചുകൊണ്ട് മദീനയുടെ മരുപ്പച്ചയിൽ സിദ്ദീഖ് എന്ന് പറയുന്ന 32 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ മരണവാർത്ത കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹോസ്പിറ്റലിൽ പോയി മയ്യിത്ത് കാണാൻ ചെന്ന് നോക്കുമ്പോൾ ഫ്രീസറിൽ കയറ്റിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. മണിക്കൂറുകൾ കൊണ്ടെല്ലാം തകിടം മറിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ജീവിതമെങ്ങാനും ഒരു യാദൃച്ഛികമായി ഏതെങ്കിലും ഒരു ദിവസം, ഒരു സെക്കൻഡിൽ, ഒരു നിമിഷത്തിൽ അതിന്റെ അന്ത്യം കുറിക്കപ്പെട്ടാൽ നാളെ നമ്മൾ കടന്നു ചെല്ലുന്ന ബർസഖിയായ ജീവിതത്തിന്റെ മേഖലകളിലെ വളരെ പ്രത്യേകമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ഈ സമയം നമുക്ക് ഉപയോഗപ്പെട്ടതാകണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ചെറുപ്പക്കാരോട് പ്രത്യേകമായി ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. വിശ്വാസം ഉൾക്കൊണ്ട് സുഹൃതങ്ങൾ ചെയ്ത ആളുകൾ, ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. യുവത്വത്തിൽ നല്ലതുപോലെ ജീവിച്ചാൽ, നല്ല കർമ്മങ്ങൾ ചെയ്താൽ, നല്ല വഴിയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് തിന്മയുടെ മുമ്പിൽ തളർന്നിരിക്കാതെ നന്മയുടെ വഴിയെ ശക്തിയോടെ മുന്നേറിയിട്ട് ഏതു തരത്തിൽ തിന്മകൾ കടന്നു വന്നാലും അതിനെയൊക്കെ വകഞ്ഞു മാറ്റിയിട്ട്, ആർത്തരച്ചു വരുന്ന തിരമാലകളെ വകഞ്ഞു മാറ്റിയിട്ട് കപ്പിത്താൻ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കപ്പലോടിക്കുന്നത് പോലെ തിന്മകളുടെ വേലിയേറ്റം നടക്കുമ്പോ അതിനെതിരെ ശക്തമായി തുഴഞ്ഞുകൊണ്ട് ജീവിതമാകുന്ന വഞ്ചിയെ നന്മയാകുന്ന തീരത്തിലൂടെ സഞ്ചരിച്ച് സ്വർഗമാകുന്ന ഉദ്യാന ഭൂമികയിലേക്ക്, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ യുവത്വം നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാണ്, അവന്റെ കുട്ടിക്കാലത്ത് വന്ന കുറവുകൾക്ക്, വാർദ്ധക്യത്തിൽ വരുന്ന കുറവുകൾക്കും അത് പരിഹാരമാണ്. സുബ്ഹാനല്ലാഹ്. യൗവനത്തിൽ നിർവഹിക്കുന്ന ഒരു വഖത്ത് നിസ്കാരം കുട്ടിക്കാലത്ത് നിർവഹിച്ച നിസ്കാരത്തിൽ വല്ല കുറവും വന്നിട്ടുണ്ടെങ്കിൽ അതിനും, ഇനി വാർദ്ധക്യത്തിൽ ചെയ്യാൻ കഴിയാതെ വന്നാൽ അതിനും പരിഹാരമാണെന്ന് വിശുദ്ധ ഖുർആൻ. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. നിലക്കാതെ നിന്നു പോവാതെ അവരുടെ ജീവിത പുസ്തകത്തിൽ അവർ ചെയ്ത അമലിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതാണ് യൗവനത്തിന്റെ മഹത്വം, അതാണ് യുവത്വത്തിന്റെ മഹത്വം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യുവത്വം തളർന്നു പോകാതെ, അധാർമികമായ പ്രവർത്തനങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ക്ഷീണിതരാകാതെ, നന്മയുടെ കൂടെ നിന്ന് ജാഗരൂകരായി, നന്മയുടെ വാഹകരായി, നന്മയുടെ സന്ദേശങ്ങൾ ഏറ്റെടുക്കാൻ മുമ്പിൽ നിന്നുകൊണ്ട് ആർജവത്തോടുകൂടി മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന്റെ നല്ല പാഠങ്ങൾ നമ്മൾ കേട്ടവരല്ലേ. പ്രതിസന്ധികൾക്ക് മുമ്പിൽ പതറിപ്പോകാതെ വിശ്വാസത്തിന്റെ ദാർഢ്യത കൈമുതലാക്കിയ മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു രാജകുമാരനാണ്, രാജകുമാരന്റെ പുത്രനാണ്, രാജ്ഞിയുടെ മകനാണ്. മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിലെ രാജകുടുംബാംഗമാണ്. മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കണേ,
തന്റെ ഉപ്പയും ഉമ്മയും രാജാക്കളാണ്, രാജ്ഞിയുമാണ്. മിസ്അബ് ഇബ്നു ഉമൈറിന് സുഖമാണ്, സുന്ദരമായ ജീവിതമാണ്. കൊട്ടാര മട്ടുപ്പാവിൽ രാജപുത്രനായി രാജകുമാരനായി വിലസുന്ന ജീവിതം നയിക്കുന്ന പ്രൗഢിയുടെ പ്രതാപത്തിന്റെ ഉടമയായ തന്റെ യൗവന കാലഘട്ടത്തിലാണ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ദീപശിഖയുമായി കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണവുമായി, പ്രബോധന ദൗത്യവുമായി കടന്നു വരുന്നത്. പരിശുദ്ധ പ്രവാചകരെ കുറിച്ച് കേട്ടറിഞ്ഞു മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മിസ്അബ് ഇബ്നു ഉമൈറിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. മിസ്അബ് എല്ലാവരുടെയും പ്രതീക്ഷയാണ്, രാജകുമാരനാണ്, ആരാധ്യ പുരുഷനാണ്, താരമാണ്, സുന്ദരനാണ്, സൗഭാഗ്യങ്ങളുടെ ഉടമയാണ്. കൊട്ടാരത്തിൽ വളരെ ഉന്നതമായ ജീവിതം നയിക്കുന്നയാളാണ്. അതിലേറെ വലിയ സൗന്ദര്യം അല്ലാഹു കൊടുത്തിരുന്നു മിസ്അബ് ഇബ്നു ഉമൈറിന്. ചരിത്രം പറയുന്നുണ്ട്, മിസ്അബ് കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒന്ന് കാണാൻ, കൊട്ടാരത്തിൽ നിന്ന് മിസ്അബ് പുറത്തിറങ്ങുമ്പോൾ ഒരു നോക്ക് കാണാൻ ആളുകൾ കാത്തു നിൽക്കുമായിരുന്നത്രേ. അത്രയേറെ സൗന്ദര്യം ഉണ്ടായിരുന്നയാളാണ് മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശങ്ങൾ കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ തിരുദൂതരെ കുറിച്ച് കേട്ടറിയുകയാണ്. മിസ്അബിന്റെ മനസ്സ് പ്രവാചകരെ ഒന്ന് കാണാൻ മോഹിക്കുകയാണ്. അതാ ഒരു ദിവസം പാതിരാത്രിയിൽ മിസ്അബ് ആരും അറിയാതെ കൊട്ടാരത്തിൽ നിന്നിറങ്ങിയിട്ട് ഇലാ ഹദ്റത്തി റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് കടന്നു വന്നു. പരിശുദ്ധ പ്രവാചകരുടെ അരികിൽ വന്നു നിന്നു. അവിടുത്തെ ഇങ്ങനെ വീക്ഷിച്ചു. സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പെരുമാറുന്ന രീതികള്, അവിടുത്തോട് കാണിക്കുന്ന ആദരവ്, അവിടുന്ന് അങ്ങോട്ട് തിരിച്ചു കാണിക്കുന്ന ബഹുമാനം, സ്നേഹം എല്ലാം കണ്ടറിഞ്ഞു മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു. അന്ന് പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. ആരെങ്കിലും കാണുമോ എന്ന പേടിയായിരുന്നു. കൊട്ടാരത്തിലുള്ളവർ അറിയുമോ, തന്റെ ഉമ്മ അറിയുമോ, രാജ്ഞി അറിയുമോ, തന്റെ പരിവാരങ്ങൾ അറിയുമോ എന്ന വേവലാതി ഉണ്ട്. പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയാണ്. അടുത്ത ദിവസവും രാത്രിയാകാൻ കാത്തു നിൽക്കുന്നു. രാത്രിയുടെ ഇരുട്ട് കടന്നു വന്നു. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വീണ്ടും അല്ലാഹുവിന്റെ തിരുദൂതരെ കാണാൻ ഇറങ്ങുകയാണ്. അന്നും കണ്ടു, കുറെ സമയം അവിടെ ചെലവഴിച്ചു. കണ്ണിമ വെട്ടാതെ മുത്തുനബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അൽഹംദുലില്ലാ. എല്ലാവരും ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞേ, ഓർക്കെ പറ അൽഹംദുലില്ലാ. എന്തിനായി അൽഹംദുലില്ലാ എന്നറിയാം? സംഘാടകർ ബക്കറ്റുമായി കളക്ഷൻ വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നല്ല ഒരു സ്വതക്ക ഇട്ട് കൊടുക്കാൻ മനസ്സുണ്ടാകാൻ വേണ്ടിയാണ് അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞത്. എല്ലാവരും നല്ലതുപോലെ ഒരു സ്വതക്ക അതിൽ നിക്ഷേപിച്ചുകൊണ്ട് സംഘാടകരോട് സഹകരിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാകട്ടെ. വളരെ മനോഹരമായ ഒരു സദസ്സ്, മഹാന്മാരായ ആളുകളുടെ നാമധേയത്തിൽ അവരെ സ്മരിച്ചുകൊണ്ട് അവരുടെ ചാരത്താണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആ ഒരു ബോധത്തോടു കൂടി നല്ല ഒരു സ്വതക്ക ബക്കറ്റിൽ നിക്ഷേപിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തയ്യാറാകണമെന്ന് വളരെ വിനയത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഉമ്മമാർ, സഹോദരിമാർ നിങ്ങളെ സമീപിക്കുമ്പോൾ നല്ല ഒരു സ്വതക്ക നൽകി സഹകരിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ. നാം നൽകുന്ന സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് മാരക രോഗങ്ങളെ തൊട്ടും മാനസിക പ്രയാസങ്ങളെ തൊട്ടും മറ്റു വിഷമങ്ങളെ തൊട്ടും ഒക്കെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു അപകടങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ നൽകുന്ന സ്വതക്കയുടെ പുണ്യം കൊണ്ട് എല്ലാവിധ പ്രയാസങ്ങളും ദൂരീകരിച്ച് ജീവിതത്തിന്റെ വഴികളിൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിത മാർഗങ്ങളിൽ അല്ലാഹു ഖൈർ തരുമാറാകട്ടെ, ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.
ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത്തെ ദിവസവും വേഗം തിരിച്ചുപോയി. ആരും അറിയാതെ കൊട്ടാരത്തിൽ എത്തിപ്പെട്ടു. മൂന്നാമത്തെ ദിവസവും രാത്രി കടന്നു വന്നു. പാതിരാത്രിയിൽ ആരും അറിയാതെ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ആരുടെയോ കണ്ണിൽപ്പെടുകയാണ്. കൊട്ടാരത്തിലെ കാവൽക്കാരന്റെ കണ്ണിൽപ്പെട്ടു. മിസ്അബ് എങ്ങോട്ടോ പോകുന്നുവല്ലോ. എങ്ങോട്ടാണെന്നറിയാൻ വേണ്ടി കൊട്ടാര കാവൽക്കാരൻ മിസ്അബിന്റെ കൂടെ പിന്തുടരുകയാണ്. മിസ്അബ് നേരെ പോകുന്നത് അല്ലാഹുവിന്റെ തിരുദൂതരുടെ ചാരത്തേക്കാണ്. മിസ്അബ് കരുതിയിരുന്നു വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇന്ന് എന്റെ അവസരമാണ്, ഇനി ഞാൻ നഷ്ടപ്പെടുത്തിക്കൂടാ, എനിക്ക് പ്രവാചകരുടെ കൈയൊന്ന് പിടിക്കണം, പരിശുദ്ധമായ ഷഹാദത്തിന്റെ വചനം ഉരുവിട്ട് ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വരാൻ ഉറപ്പിച്ചുകൊണ്ട് മിസ്അബ് തന്റെ വഴിയിൽ സഞ്ചരിക്കുകയാണ്. കൂടെ രാജകൊട്ടാരത്തിന്റെ കാവൽക്കാരനും വരുന്നുണ്ട്. മിസ്അബ് അല്ലാഹുവിന്റെ തിരുദൂതരുടെ മുമ്പിലെത്തി. എന്നിട്ട് മടിച്ചു നിൽക്കാതെ നേരെ മുമ്പിലേക്ക് നടന്നു വന്നു. അല്ലാഹുവിന്റെ തിരുദൂതരുടെ ചാരത്ത് വന്നിരുന്നു. അവിടത്തേക്ക് കൈ നീട്ടിക്കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ കൈവെള്ള മഹാനായ മിസ്അബ് ഇബ്നു ഉമൈറിന്റെ കയ്യിൽ പിടിച്ചു. അവിടുന്ന് ഉറക്കെ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്ന സാക്ഷ്യവചനം, അങ്ങ് പ്രവാചകരാണെന്ന സാക്ഷ്യവചനം ഉരുവിട്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്നു. മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അന്ന് പെട്ടെന്ന് ധൃതി പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. മിസ്അബ് ഇബ്നു ഉമൈർ അതാ ഓടി വരുമ്പോ തന്റെ മുമ്പിൽ ഒരാൾ നടന്നു പോകുന്നു. കൊട്ടാരത്തിലേക്ക് തന്റെ മുമ്പിൽ ആരോ വേഗത്തിൽ നടന്നു പോകുന്നു. ആരാണെന്ന് മനസ്സിലായില്ല. മിസ്അബിന്റെ നെഞ്ചകം പിടക്കാൻ തുടങ്ങി. മിസ്അബിന്റെ മനസ്സ് വേദനപ്പെടാൻ തുടങ്ങി. രഹസ്യമായി ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ആരെങ്കിലും ശ്രദ്ധിച്ചു കാണുമോ, കൊട്ടാരത്തിൽ അറിയുമോ എന്ന വേവലാതിയാണ്. മിസ്അബ് കൊട്ടാരത്തിൽ ചെന്ന് കയറുമ്പോ കൊട്ടാരത്തിൽ പ്രകാശം തെളിഞ്ഞിരിക്കുന്നു. എല്ലാവരും തന്നെ കാത്തു നിൽക്കുകയാണ്. കൊട്ടാരത്തിന്റെ മുകളിലുണ്ട് കൊട്ടാരത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന രാജ്ഞിയാകുന്ന തന്റെ മാതാവ്. മിസ്അബ് ഇബ്നു ഉമൈറിനെ കാത്തു നിൽക്കുകയാണ്. ചെന്ന് കയറിയപ്പോ ചോദിച്ചു, നീ എവിടെ നിന്നാ വരുന്നത്? മിസ്അബ് മിണ്ടിയില്ല. വീണ്ടും ചോദ്യം ആവർത്തിച്ചു, നീ എവിടെ നിന്നാ വരുന്നത്? മിസ്അബ് പറഞ്ഞു, ഉമ്മാ മിൻ ഇൻദി റസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതരുടെ അരികിൽ നിന്ന് വരികയാണ് ഉമ്മ. അല്ലാഹുവിന്റെ ദൂതരുടെ അരികിൽ നിന്നാ ഞാൻ വരുന്നത്. ഇത് കേട്ടപ്പോ ഉമ്മയുടെ ഹൃദയം പിടക്കുകയാണ്. രോഷാഗ്നി പടരുകയാണ്. കോപം കൊണ്ട് ഉമ്മയുടെ കൈകാലുകൾ വിറക്കുകയാണ്. ദേശത്തോടുകൂടെ പറഞ്ഞു, മിസ്അബേ, ഇനി ഒരു നിമിഷം പോലും നീ കൊട്ടാരത്തിൽ നിൽക്കാൻ പാടില്ല. കൊട്ടാരത്തിന്റെ മുഴുവൻ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് രാജകീയ ജീവിതം നയിച്ചിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് നീ മറുപടി തേടി പോവുകയാണെങ്കിൽ ഇനി ഒരു സെക്കൻഡ് പോലും നിനക്ക് കൊട്ടാരത്തിൽ ജീവിക്കാൻ പാടില്ല. ഈ ഉമ്മ അതിന് അനുവദിക്കുകയില്ല. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു അപ്പോഴേക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആ ഈമാനിന്റെ സുന്ദരമായ തെളിച്ചം, അതിന്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് കടന്നു വന്നിരുന്നു. പരിശുദ്ധ പ്രവാചകരുടെ കൈ പിടിച്ചപ്പോഴുണ്ടായ ആ ഒരു നിർവൃതി അത് മിസ്അബിനെ ആകെ മാറ്റിക്കളഞ്ഞിരുന്നു. സ്വഹാബത്തിനോട് പ്രവാചകർ കാണിക്കുന്ന കാരുണ്യത്തിന്റെ കരണീയമായ സ്പർശം അത് വല്ലാതെ തന്നെ ആകർഷിച്ചിരുന്നു. അതുപോലെ സ്വഹാബത്ത് അങ്ങോട്ട് കാണിക്കുന്ന സ്നേഹം അതും തന്നെ വല്ലാതെ ആകർഷിച്ചു പോയി. മിസ്അബ് ആകെ മാറിയിരിക്കുന്നു. ഉമ്മയോട് മിസ്അബ് പറഞ്ഞു, ഉമ്മ, കൊട്ടാരത്തിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടാലും കൊട്ടാരത്തിൽ നിന്ന് എന്നെ ആട്ടി പുറത്താക്കിയാലും എന്റെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിനകത്ത് നിന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആട്ടിപ്പായിക്കാൻ ഇറക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഉമ്മ.
എന്റെ മനസ്സിനകത്ത് അള്ളാഹുവിന്റെ തിരുദൂതർക്ക് ഞാൻ ഇടം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യാൻ തയ്യാറാണെങ്കിലും അത് ഏറ്റെടുക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് പറഞ്ഞിട്ട് കൊട്ടാരത്തിലെ ജീവിതം വേണ്ടെന്ന് വെക്കാൻ മഹാനായ മിസ്അബ് തയ്യാറെടുക്കുകയാണ്. കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. ചെറുപ്പക്കാരനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തെങ്കിലുമൊക്കെ ചെറിയ തിന്മകൾക്ക് വേണ്ടി, താൽക്കാലികമായ സുഖാസ്വാദനങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായ ഒരു ചെറിയ സുഖലോലപതയ്ക്ക് വേണ്ടി ഈമാനികമായ ധാർമ്മികമായ ബോധങ്ങളെ നശിപ്പിച്ചുകൊണ്ട് തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കുമ്പോ മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു വേണ്ടെന്ന് വെക്കുന്നത് എന്തെന്നറിയോ? രാജകൊട്ടാരത്തിലെ ഉന്നതമായ ജീവിതമാണ്, രാജകുമാരൻ എന്ന പദവിയാണ്. എല്ലാം ത്യജിക്കാൻ തയ്യാറാകുന്നത് ധാർമ്മികമായ ജീവിതത്തിന്റെ നല്ല നാളുകൾക്ക് വേണ്ടിയാണ്. മിസ്അബ് റളിയല്ലാഹു അൻഹു തനിക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങൾ കയ്യിലെടുത്ത് പിടിച്ചിട്ട് കൊട്ടാരത്തോടെ യാത്ര പറഞ്ഞ് തന്റെ ഉമ്മയുടെ മുമ്പിൽ വരികയാണ്. രാജ്ഞിയായ ഉമ്മയുടെ മുമ്പിൽ വന്ന് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിൽക്കുന്നു. എന്തിനാ വരുന്നത്? ഉമ്മയോട് സമ്മതം ചോദിക്കാൻ. ഉമ്മ, ഞാൻ പോവാണ്, എന്തുണ്ടെങ്കിലും പൊരുത്തപ്പെടണം, എനിക്ക് എന്റെ വിശ്വാസവുമായി ജീവിക്കാൻ ഞാൻ ഈ കൊട്ടാരം വിട്ട് പോവുകയാണ്. ഇത് പറയാൻ വേണ്ടി കടന്നു വന്ന മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോ ഉമ്മ മിസ്അബിനെ അരികിലേക്ക് വിളിച്ചു. മോനെ മിസ്അബ്, അടുത്തേക്ക് വരൂ. ഉമ്മ വിളിച്ചു. മിസ്അബ് റളിയല്ലാഹു അൻഹു ആശ്വസിച്ചു. കാരണം സ്നേഹനിധിയായ ഉമ്മ, ആ ഉമ്മാക്ക് ഒരിക്കലും എന്നെ പെട്ടെന്ന് അങ്ങനെ ആട്ടിയിറക്കാൻ കഴിയില്ല. എന്തു ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ പെട്ടെന്ന് അങ്ങനെ ആട്ടി പുറത്താക്കാൻ ഉമ്മക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഉമ്മ എന്നോട് ദേഷ്യമൊക്കെ മാറ്റി സ്നേഹിച്ചുകൊണ്ട് എന്നോട് ഇവിടെ തന്നെ നിന്നോളാൻ പറയാനായിരിക്കും വിളിക്കുന്നത് എന്ന് കരുതി മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആ വാത്സല്യത്തോടുകൂടി ഉമ്മയുടെ അരികിലേക്ക് ചെല്ലുന്നു. ഉമ്മ മിസ്അബിനോട് പറയുന്നത് എന്തെന്നറിയോ? മിസ്അബേ, നീ ഇതുവരെ കൊട്ടാരത്തിൽ കഴിഞ്ഞത് ഞാൻ നൽകിയ ഭക്ഷണം, ഞാൻ നൽകിയ വസ്ത്രം, എന്റെ സൗകര്യങ്ങൾ, എന്റെ പണം മുടക്കിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചാൻ. അതൊന്നും ഞാൻ നിന്നോട് തിരിച്ചു ചോദിക്കുന്നില്ല മിസ്അബേ, അതൊന്നും ഞാൻ നിന്നോട് തിരിച്ചു ചോദിക്കുന്നില്ല. പക്ഷേ നീ ഇപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുകയാണല്ലോ, അതുകൊണ്ട് ഇനിയുള്ള ഒരു നിമിഷവും എന്റെ ഒരു രൂപ പോലും നിനക്ക് വേണ്ടി തരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് മിസ്അബേ, നീ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രവും നീ കയ്യിൽ പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും അതെന്റെ കാശ് മുടക്കി വാങ്ങിച്ചതാണല്ലോ മിസ്അബേ. അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ വേഗം ആ വസ്ത്രങ്ങൾ കൊട്ടാരത്തിൽ തന്നെ വെച്ചിട്ടിറങ്ങി പോവുക. ഉമ്മയുടെ മുമ്പിൽ എന്തു ചെയ്യണമെന്നറിയാതെ മിസ്അബ് ഒന്ന് പതറിപ്പോയി. കാരണം അത്രമേൽ സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്ന മിസ്അബ് കൊട്ടാരത്തിൽ നിന്നൊന്ന് പുറത്തിറങ്ങുമ്പോ ആളുകൾ കാണാൻ തടിച്ചുകൂടി നിന്നിരുന്ന മിസ്അബ്, ആ മിസ്അബ് ധരിച്ച വസ്ത്രങ്ങൾ അഴിച്ച് നഗ്നനായി കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുകയോ. സുബ്ഹാനല്ലാഹ്. ഈ സമയത്ത് മസ്ജിദുൻ നബവിയിൽ ഇരുന്ന അല്ലാഹുവിന്റെ തിരുദൂതർ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, ആകാശ ലോകത്ത് മലക്കുകൾ നാണം കൊണ്ട് തലതാഴ്ത്തിയിരിക്കുന്നു. സഹാബ, നാണിച്ചുകൊണ്ട് മലക്കുകൾ സഹാബത്തെ, മലക്കുകൾ ഇതാ തലതാഴ്ത്തി പോകുന്നത് ഞാൻ കാണുന്നു. സഹാബ, സഹാബ ചോദിച്ചു, നബിയേ, എന്തിനാണ് മലക്കുകൾ നാണിക്കുന്നത്? എന്താണ് അവർക്ക് നാണം വരാനുള്ള കാരണം? അല്ലാഹു റബ്ബുൽ ഇസ്സ ഒരു മനുഷ്യനെ പരീക്ഷിച്ചുകൊണ്ട് ആ മനുഷ്യൻ വസ്ത്രമെടുക്കാതെ നാണം മറക്കാതെ നഗ്നനായി വെളിയിലിറങ്ങുന്നു. സഹാബ, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി വസ്ത്രം പോലും ഒഴിവാക്കിയിട്ട് നാണം മറക്കാതെ നഗ്നത കാണിച്ചിതാ വെളിയിലേക്ക് വരുന്നു. സഹാബ, പക്ഷേ ആ മനുഷ്യന്റെ ശരീരം മറ്റാർക്കും കാണിച്ചു കൊടുക്കാൻ അല്ലാഹു തയ്യാറല്ല. സഹാബ, സഹാബത്ത് പിന്നെയും ആശ്ചര്യപ്പെട്ടു, നബിയെ, ഒരു വസ്ത്രം അഴിച്ച് വലിച്ചെറിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ശരീരം കാണാതെ നടക്കുക? അള്ളാന്റെ റസൂൽ പറഞ്ഞു, സഹാബ, ആ മനുഷ്യന് അള്ളാഹു പ്രത്യേകമായ മറയിട്ട് കൊടുത്തിരിക്കുന്നു. ആ സ്വഹാബിയുടെ ശരീരം മറ്റൊരാളും കാണാതിരിക്കാൻ അള്ളാഹു പ്രത്യേകമായൊരു മറയിട്ട് കൊടുത്തിരിക്കുന്നു. ഇതാ സ്വഹാബി ഇപ്പൊ കടന്നു വരും. നിങ്ങളൊന്ന് നോക്കുക,
നഗ്നനായി നടന്നു വരുന്ന മിസ്അബ് ഇബ്നു ഉമൈറിന്റെ ശരീരത്തിൽ നിന്ന് ഒരു തരി പോലും ഒരാളും കണ്ടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സ പ്രത്യേകമായ സംവിധാനത്തിലൂടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മനസ്സിലാക്കിക്കോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിലകൊണ്ടാൽ, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലായി നിന്റെ യൗവനം ഉപയോഗപ്പെടുത്തിയാൽ, പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലായി നിന്റെ യുവത്വം നീ ഉപയോഗപ്പെടുത്തിയാൽ, ഏത് പ്രതിസന്ധിയിലും അല്ലാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. ഏത് പ്രതിസന്ധിയിലും അല്ലാഹു നിന്റെ കൂടെ ഉണ്ടാകുന്നതാണ്. മറിച്ച് നീ അല്ലാഹനെ മറന്ന് പടച്ച റബ്ബിനെ ഓർമ്മയില്ലാതെ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തയില്ലാതെ, പേടിയില്ലാതെ, നാളത്തെ ജീവിതത്തെ കുറിച്ച് ഓർമ്മയുമില്ലാതെ നിന്റെ ജീവിതത്തിന്റെ നാളുകളെ മുന്നോട്ട് കൊണ്ടുപോയാൽ, നിന്റെ ജീവിതത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചാൽ അല്ലാഹു നിന്നിൽ നിന്ന് സംരക്ഷണം ഒഴിയുന്നതാണ്. അല്ലാഹു നിന്നിൽ നിന്ന് ഉത്തരവാദിത്വം ഒഴിയുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മിസ്അബ് തന്റെ വസ്ത്രം അഴിച്ചു വലിച്ചെറിഞ്ഞു. തന്റെ കയ്യിൽ കരുതിയ വസ്ത്രം ഉമ്മയുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവനെ, ഞാനിതാ നിന്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാം സഹിക്കാൻ തയ്യാറായിരിക്കുന്നു അല്ലാ. അതുകൊണ്ട് ദുനിയാവിലെ പ്രൗഢിയുള്ള വസ്ത്രത്തിന് പകരം എനിക്ക് ആഖിറത്തിലെ പ്രൗഢിയുടെ വസ്ത്രം തരണേ അല്ലാ. ദുനിയാവിലെ കൊട്ടാര വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടാലും എനിക്ക് സ്വർഗത്തിന്റെ വസ്ത്രങ്ങൾ തരണേ അല്ലാ. പ്രാർത്ഥിച്ചുകൊണ്ട് മിസ്അബിദ പുറത്തിറങ്ങുമ്പോ എവിടെ നിന്നറിയാതെ, എവിടെ നിന്ന് വന്നതെന്നറിയാതെ, എവിടെ നിന്നാണ് കിട്ടിയതെന്നറിയാതെ മിസ്അബ് കൊട്ടാരത്തിന്റെ അകമ്പടി അങ്ങ്, കൊട്ടാരത്തിന്റെ ഗ്രൗണ്ട് അങ്ങ് പുറത്ത് കിടക്കുമ്പോ, കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോ മിസ്അബിന്റെ കയ്യിലേക്ക് ഇതാ ശീല വന്ന് ചേരുകയാണ്. എവിടെ നിന്നറിയില്ല, ആര് കൊണ്ടു കൊടുത്തതെന്നറിയില്ല. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ഇതാ ഔറത്ത് മറക്കാനുള്ള, തന്റെ മുൻദ്വാരവും പിൻദ്വാരവും മറക്കാനുള്ള, തന്റെ ശരീരത്തിലെ ഔറത്ത് മറക്കാൻ പാകപ്പെടുന്ന വസ്ത്രം ഇതാ തന്റെ കയ്യിൽ വന്നണയുകയാണ്. അൽഹംദുലില്ലാഹ്, മഹാനായ മിസ്അബ് ആ ഒരു ചെറിയ തുണി കഷ്ണം കൊണ്ട് തന്റെ ദ്വാരങ്ങൾ മറച്ചുകൊണ്ട് ഇതാ ആളുകൾ തന്നെ നോക്കി നിൽക്കാറുള്ള വഴിയിലൂടെ നടന്നു പോവുകയാ. പക്ഷേ ആർക്കും മിസ്അബിന്റെ ശരീരം കാണാൻ കഴിയുന്നില്ല. ആർക്കും മിസ്അബിന്റെ നഗ്ന ശരീരം കാണാൻ കഴിയുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സ പ്രത്യേകമായ സംവിധാനത്തോടെ മറച്ചു വെച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ തിരുദൂതരുടെ അരികിലേക്ക് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് സങ്കടത്തോടെ വന്നു കയറുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, നാളെ സ്വർഗത്തിലെ രാജകുമാരനായ ആളെ നിങ്ങൾക്ക് കാണണമോ? നാളെ സ്വർഗത്തിലെ രാജകുമാരനായി വിലസുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണമോ? സ്വഹാബത്ത് പറഞ്ഞു, ബലായ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട് നബിയേ. നാളെ സ്വർഗത്തിലെ രാജകുമാരനാകുന്ന ആളെ കാണാൻ ഞങ്ങൾക്ക് മോഹമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അതാ വിദൂരതയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഉൻമുറൂ ഇലാ ഹാദർ റജുൽ, ആ വരുന്ന ചെറുപ്പക്കാരനെ നോക്കൂ സഹാബാ, ആ വരുന്ന ചെറുപ്പക്കാരനെ നോക്കൂ സഹാബാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് വിദൂരതയിലേക്ക് നോക്കുമ്പോൾ ഇതാ ഒരു ചെറിയ തുണി കഷ്ണം കൊണ്ട് ശരീരം മറച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുന്നു. ആരാണെന്നറിയുമോ? മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. കൊട്ടാരം വിട്ടിറങ്ങിയ സുൽത്താനാണ്. ജീവിതത്തിന്റെ മോഹങ്ങളോട് വിട പറഞ്ഞ് യൗവനത്തിന്റെ ചാബല്യതകൾക്ക് വഴിപ്പെടാതെ, യൗവനത്തിന്റെ ദുർബോധനങ്ങൾക്ക് വഴിപ്പെടാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ തയ്യാറായി, യൗവനത്തിന്റെ കാലത്തിന്റെ വളർച്ചക്കൊപ്പം സഞ്ചരിക്കാതെ, അതിനൊപ്പം തളർന്നു പോകാതെ അല്ലാഹുവിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ തീരുമാനിച്ച് പുറപ്പെട്ട ചെറുപ്പക്കാരനാ മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ തിരുദൂതർ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് കെട്ടിപ്പിടിച്ചു.
കെട്ടിപ്പിടിച്ച് തന്റെ നെഞ്ചോട് ചേർത്തു. എന്നിട്ട് ചരിത്രത്തിൽ കാണാം, അള്ളാഹിന്റെ റസൂൽ അവിടുത്തെ കുപ്പായം അഴിച്ചു മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ധരിപ്പിച്ചു കൊടുത്തു എന്നാണ്. വസ്ത്രങ്ങൾ അഴിച്ചു കൊടുത്തുകൊണ്ട് ഈമാനികമായ ധാർമ്മിക ബോധത്തിൽ കടന്നു വന്ന മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ തിരുദൂതർ തന്റെ ഖമീസ് അഴിച്ചുകൊണ്ട് ധരിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, നാളെ സ്വർഗത്തിൽ രാജകുമാരന്മാരുടെ വസ്ത്രം അണിഞ്ഞുകൊണ്ട് വിലസുന്ന രാജകുമാരനെ കാണണമെങ്കിൽ ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക്, ഒരു നല്ല വഴിയിലേക്ക് കടന്നു വരാൻ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു തയ്യാറായെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് പ്രതിസന്ധി നിറഞ്ഞ വളർച്ചയുടെ പൂർണ്ണ രൂപം പ്രാപിച്ചുകൊണ്ട് എല്ലാ തിന്മകളും വളർന്നുപോയ ഇന്നലെ നമ്മൾ സോഷ്യൽ മീഡിയകളിൽ നടന്ന ചർച്ചകൾ കണ്ടില്ലേ? സോഷ്യൽ മീഡിയകളിൽ നമ്മുടെ മുമ്പിൽ എത്തിപ്പെട്ട ഒരു കാര്യം നമ്മൾ കണ്ടല്ലോ. ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടി, പെൺകുട്ടിയുടെ മുൻസീറ്റിൽ ഇരുന്നു കൊണ്ട് സ്വയംഭോഗം നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ. എല്ലാ തിന്മയും അതിന്റെ എല്ലാ നാണങ്ങളും അതിന്റെ മറകളും മാറ്റിവെച്ചുകൊണ്ട് സകല തിന്മകളും പരസ്യപ്പെട്ടു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മദ്യപിക്കാൻ മടിയില്ലാത്ത കാലം, അതിന് ചെറുപ്പക്കാർക്ക് ഒരു മടിയുമില്ലാത്ത കാലം, ലഹരിയുടെ പിന്നാലെ പോകുന്നത് ഒരു സ്റ്റാറ്റസ് ആയി കാണുന്ന കാലഘട്ടം അല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എല്ലാ അർത്ഥത്തിലും തിന്മകൾ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തിന്മകളുടെ വളർച്ചയിൽ തളർന്നു പോകാതെ യൗവനം കാത്തു സൂക്ഷിക്കാൻ നന്മയുടെ കാവലാളുകളാവാൻ നമുക്ക് കഴിയണം. അത്രമാത്രം പവറുള്ളതാണ് യുവത്വം എന്ന് പറയുന്നത്. ഒറ്റ ഹദീസ് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു ഹദീസ് നമ്മുടെ യുവത്വത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഈ ഒരു ഹദീസ് ശ്രദ്ധേയമാണ്. ആരോഗ്യമുള്ള സമയത്ത് ചെറുപ്പക്കാരെ നമ്മളോടാണ് പരിശുദ്ധ റസൂൽ പറയുന്നത്. ആരോഗ്യമുള്ള സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു ദിർഹം ദാനം ചെയ്യുന്നത് ഖൈറുൽ ലഹു, അതാണ് അവന് ഉത്തമം ഗുണകരമാകുന്നത്. മരിക്കാറായ സമയം, വാർദ്ധക്യ സമയത്ത്, മരണത്തെ മുമ്പിൽ കാണുന്ന അസ്രായീൽ അലൈഹിസ്സലാമിന്റെ കാലൊച്ച കേൾക്കുന്ന, മരണത്തിന്റെ ഗന്ധം ആസ്വദിക്കുന്ന കാലഘട്ടത്തിൽ, നാം മരിക്കാറായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന കാലഘട്ടത്തിൽ 100 ദിർഹം ദാനം ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് ആരോഗ്യമുള്ളപ്പോൾ ചെറുപ്പക്കാർ 1 ദിർഹം ദാനം ചെയ്യൽ എന്ന് മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനാകുന്നത്? ആലോചിച്ച് നോക്കൂ. പ്രായമുള്ള ആളുകൾ അഥവാ മരണമാസന്നമായ ആളുകൾ, ഒന്നുകിൽ മരണരോഗത്തിൽ കിടക്കുന്ന, നമ്മുടെ ഒരു സ്വഭാവത്തെ കൂടിയാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. നല്ല കാലത്ത് നാം ഒന്നും ചെയ്യില്ല, ഇനി നമുക്ക് ഉപകാരപ്പെടില്ല എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് നമ്മൾ പള്ളിക്ക് കൊടുക്കാനും മദ്രസക്ക് കൊടുക്കാനും ഒക്കെ തയ്യാറാവും. ഇത് നമുക്ക് എന്തിനെങ്കിലുമൊക്കെ ഉപകരിക്കുമെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ കൊടുക്കില്ല. ഇനി ഇതുകൊണ്ട് ഉപകാരമില്ല, ഇതിന്റെ പേരിൽ മറ്റുള്ളവർ തമ്മിലടിക്കുമെന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അത് പള്ളിക്കും മദ്രസക്കും ഒക്കെ കൊടുക്കാൻ തയ്യാറാവും. അത് മോശമാണെന്ന അർത്ഥത്തിനല്ല, അതിനേക്കാൾ ഗുണം നമുക്ക് നന്നായി ഉപയോഗപ്പെടുന്ന സമയത്ത് കൊടുക്കലാണ്. ഏറ്റവും നല്ല സ്വതക്ക ഏത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചില്ലേ? അയ്യു സ്വദഖതി ഖൈറുൻ യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല ദാനം, ഏറ്റവും നല്ല ധർമ്മം ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൻത സദ്ദഖ, നീ സ്വതക്ക ചെയ്യുക, വ അൻത സ്വഹീഹുൻ, നീ ആരോഗ്യവാനാണ്. ആരോഗ്യമുള്ള സമയത്ത് സ്വതക്ക ചെയ്യുന്നതിനാണ് ഏറ്റവും നല്ല പ്രതിഫലം കിട്ടുക എന്ന് മുഹമ്മദ് മുസ്തഫ
വശഹീഹുൻ, പിശുക്ക് വരാൻ സാധ്യതയുള്ള സന്ദർഭമാണ് നിനക്ക്. മാത്രമല്ല വതഅമ്മലുൽ ഗിനാ വതഖ്ശൽ ഫഖർ, സമ്പത്തുണ്ടാവാൻ നീ ആഗ്രഹിക്കുന്നു, ദാരിദ്ര്യം നീ പേടിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ദാനം ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ദാനമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് ഈ ഹദീസ് ശ്രദ്ധേയമാകുന്നത്. പ്രായമുള്ളവർ 100 ദിർഹം ദാനം ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് ചെറുപ്പക്കാർ, ആരോഗ്യ സമ്പന്നരായ ആളുകള് 1 ദിർഹം ദാനം ചെയ്യുന്നതിനെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് യുവത്വത്തിന്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്, യൗവനത്തിന്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ഈ സദസ്സിൽ ഏറെയുമുള്ളത് പ്രായമുള്ളവരാണ്, യുവത്വത്തിന്റെ സമയം കഴിഞ്ഞു പോയവരാണ്. അവരുടെ മനസ്സ് ചോദിക്കുന്നത് ഇനി ഞങ്ങൾ എന്ത് ചെയ്യും ഉസ്താദേ എന്നാണ്. ഇതൊക്കെ ചെറുപ്പക്കാരെ കുറിച്ചാണല്ലോ പറയുന്നത്. ചെറുപ്പക്കാർക്ക് എമ്പാടും അവരുടെ ജീവിതത്തെ സമുദ്ധരിക്കാനും നന്മയുടെ വഴി കൊണ്ടുപോകാനും ഇതൊക്കെ ഉപകരിക്കും. യൗവനത്തിൽ ഒരു നല്ല കാര്യം ചെയ്താൽ അത് നമ്മുടെ കുട്ടിക്കാലത്തേക്കും വാർദ്ധക്യത്തിലേക്കുമുള്ള പരിഹാരമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ യുവത്വത്തിൽ നാം ഒരു വഖത്ത് ഒരു ദുഹ്ർ നിസ്കാരം നിർവഹിച്ചാൽ, പ്രായാധിക്യ സഹജമായ പ്രയാസങ്ങൾ കൊണ്ടൊരു ദുഹ്ർ നിസ്കാരം നഷ്ടപ്പെട്ടു പോയി എന്ന് സങ്കല്പിക്കുക. നമുക്ക് നിസ്കരിക്കാൻ കഴിയാതെ വന്നു, നമ്മൾ ബോധമില്ലാതെ കിടക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് എണീക്കാൻ വയ്യാതെ തളർന്നു കിടക്കുകയാണ്, നമ്മൾ രോഗിയായി കഴിയുകയാണ്, നമുക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്ന് സങ്കല്പിക്കുക. എന്നാലും ആ സമയത്ത് ഒരു ളുഹർ നിസ്കാരം നമ്മുടെ ഏടിൽ അള്ളാഹു അവന്റെ മലക്കുകളെ കൊണ്ട് രേഖപ്പെടുത്തിക്കും. എപ്പോൾ? യുവത്വത്തിൽ നമ്മൾ ളുഹർ നിസ്കാരം ശ്രദ്ധിച്ചവരാണെങ്കിൽ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? യൗവനത്തിൽ നല്ലതു നാം ചെയ്തിട്ടുണ്ടെങ്കിൽ വാർദ്ധക്യത്തിലും അതിന്റെ ഫലം അല്ലാഹു നമുക്ക് വേണ്ടി മലക്കുകളെ കൊണ്ട് നമ്മുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിക്കുന്നതാണ്. അതാണ് ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ എന്ന ആയത്തിന്റെ അർത്ഥമെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. യൗവനത്തിൽ ചെയ്ത അമലുകളുടെ പ്രതിഫലം അത് എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും, നമ്മുടെ ഏടിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും. നബിതങ്ങൾ പറയുന്നുണ്ട്, നാളെ മഹ്ശറിൽ ചില ആളുകൾ കടന്നു വരും, അവർക്ക് അവരുടെ കിതാബുകൾ നൽകപ്പെടും. ആ കിതാബുകൾ ഇങ്ങനെ വായിക്കും, അവരുടെ കുട്ടിക്കാലം കടന്നു പോകുന്നു. ആ കുട്ടിക്കാലത്ത് അവർ ചെയ്ത മുഴുവൻ അമലുകളും അവരിങ്ങനെ വായിക്കും. അപ്പോഴവരിങ്ങനെ സന്തോഷിക്കും. പിന്നെ അവരുടെ യൗവനം കടന്നു വരികയാണ്. ആ യൗവനത്തിലും ഒരുപാട് നന്മകൾ അവർ ചെയ്തിരിക്കുന്നു. ഒരുപാട് നന്മകൾ അവർ ചെയ്തിരിക്കുന്നു. നന്മയുടെ മുമ്പിൽ നിന്നു ഇതുപോലുള്ള സുഹൃത്തുക്കൾക്ക് സഹകരിച്ചു. എല്ലാ നന്മയുടെയും മുമ്പിൽ നിന്ന ചെറുപ്പക്കാരാണ്. ആ നന്മകളെ മുഴുവൻ ഇങ്ങനെ വായിക്കുമ്പോൾ അവരുടെ മനസ്സ് സന്തോഷിക്കുകയാണ്. യൗവനം തീരാറായി, വാർദ്ധക്യത്തിലേക്ക് കടക്കുകയാണ്. വാർദ്ധക്യത്തിൽ അവർ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് രോഗബാധിതരായി, നിസ്കരിക്കാൻ കഴിയാതെ, നോമ്പ് നോൽക്കാൻ കഴിയാതെ, സുഹൃത്തുക്കൾ ചെയ്യാൻ കഴിയാതെ കിടന്നവരാണ്. ആ ഒരു കാലഘട്ടത്തിൽ തന്റെ ഏടുകൾ ഇങ്ങനെ മറിയുമ്പോൾ അവന്റെ മനസ്സിങ്ങനെ വേദനപ്പെടും. ഒന്നും കാണാനില്ലല്ലോ, ഒന്നും കാണാനില്ലല്ലോ, ഒന്നും കാണാനില്ലല്ലോ. ആ ഏടുകൾ മുഴുവൻ അതാ മായ്ഞ്ഞു കിടക്കുന്നു, ആ ഏടുകൾ മുഴുവൻ കാലിയായി കിടക്കുന്നു. എന്നാൽ അവൻ ചെയ്ത നന്മകൾ അതിൽ കാണുന്നില്ല, അവൻ ചെയ്ത തിന്മകളും അതിൽ കാണുന്നില്ല. അത്ഭുതത്തോടുകൂടി അവൻ ചോദിക്കും, ആലിഹാദൽ കിതാബ്, എന്തൊരു കിതാബാണിത്? ഈ ചോദ്യം രണ്ടർത്ഥത്തിൽ ഉണ്ടെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുകയാണ്. എന്തൊരു കിതാബാണിത് എന്ന് നന്മ കാണുമ്പോൾ ചോദിക്കും, തിന്മ കാണുമ്പോഴും ചോദിക്കുന്ന രംഗമുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ നിന്ന് ഇങ്ങനെ വേവലാതിയോടെ എന്ത് ചെയ്യുമെന്നറിയാതെ, കുറെ ഏടുകൾ ഇങ്ങനെ കാലിയായി കിടക്കുന്നല്ലോ, എന്തു ചെയ്യുമെന്നറിയാതെ, തന്നെ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യുമെന്നറിയാതെ വേദനപ്പെട്ട് നിൽക്കുമ്പോ അള്ളാഹു അവനോട് പറയുകയാണ്, നീ നിന്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ട നന്മകളുടെ കണക്ക് കണ്ട് സ്വർഗ
സ്വർഗത്തിൽ നിനക്ക് എത്തിപ്പെടാവുന്ന എല്ലാ സ്ഥലത്തും നീ ചെന്നുകൊള്ളുക, എല്ലാം നീ അനുഭവിച്ചുകൊള്ളുക. അങ്ങനെ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ച് ഇങ്ങനെ സഞ്ചരിക്കും. റസൂലുള്ളാഹി പറയാൻ സ്വർഗത്തിൽ പ്രവേശിച്ച് ഇങ്ങനെ സഞ്ചരിക്കും. അവന്റെ കുട്ടിക്കാലത്തെ നന്മ തീർന്നു, പിന്നെ യൗവനത്തിലേക്ക് കടന്നു, യൗവനത്തിലെ നന്മയും തീർന്നു. സ്വർഗത്തിൽ അവന്റെ സഞ്ചാരം നിർത്താൻ ഇങ്ങനെ ശ്രമിക്കുമ്പോ അള്ളാഹു പറയും, ഖദ്ദിം, നീ ഇനിയും മുന്നോട്ട് പോയിക്കോ. അപ്പൊ അവൻ ആശങ്കയോടെ അള്ളാഹു തന്നെ കളിയാക്കുകയാണോ എന്ന് കരുതിയിട്ട് അവൻ നിൽക്കും. അപ്പോൾ അള്ളാഹു അവനോട് പറയും, ഇത് നീ യുവത്വത്തിൽ ചെയ്ത നന്മക്കുള്ള ഇരട്ടി പ്രതിഫലമാണ്. അതുകൊണ്ട് ആ നന്മയുടെ ദൂരം എത്ര നീ നടന്നുവോ അത്രയും കൂടി ദൂരം നീ നടന്നുകൊള്ളുക എന്ന് സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് യുവത്വത്തിൽ നിർവഹിച്ച അമലുകളുടെ പ്രത്യേകത. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്ക് അള്ളാഹു നൽകിയ നല്ല സമയമുണ്ടല്ലോ, ഏത് വെല്ലുവിളിയും നേരിടാൻ നമുക്ക് കഴിയുന്ന ത്രാണിയുള്ള പ്രായം. ആ പ്രായത്തെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അത് നഷ്ടപ്പെട്ടു പോയ പ്രായമുള്ള ആളുകളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ സമയത്ത് നമ്മളൊന്ന് ഖേദത്തോടുകൂടി അള്ളാഹുവേ, അങ്ങനെയുള്ള ഒരു സമയം എനിക്ക് കഴിഞ്ഞു പോയല്ലോ എന്ന് സങ്കടപ്പെട്ടാൽ, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്, പ്രായമുള്ള ഒരാൾ തന്റെ യൗവനത്തെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടാൽ, അലാ ലൈത ശബാബ യഊദു യൗമാ ഫഉഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബു. നരബാധിച്ചിരിക്കുന്ന വൃദ്ധൻ സങ്കടത്തോടെ പറയുകയാണ്, അലാ ലൈത ശബാബ യഊദു യൗമാ, എന്റെ യുവത്വം എനിക്കൊരു ദിവസത്തേക്കൊന്ന് തിരിച്ചു കിട്ടിയെങ്കിൽ, എന്റെ യുവത്വം എനിക്കൊരു ദിവസത്തേക്കൊന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, ആ യുവത്വത്തോട് ഞാൻ സങ്കടം പറയുമായിരുന്നു. വാർദ്ധക്യം വന്നപ്പോൾ, നരബാധിച്ചപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളെ കുറിച്ച് എന്റെ യുവത്വത്തോട് എനിക്ക് സങ്കടപ്പെടാമായിരുന്നല്ലോ. ഒരല്പസമയത്തേക്കെങ്കിലും എന്റെ യൗവനം ഒന്ന് തിരിച്ചു വന്നെങ്കിൽ. ഈ ഒരു സങ്കടം, ഈ ഒരു ദുഃഖം നമ്മുടെ മനസ്സിലെങ്ങാനും വന്നാൽ അവന് യുവത്വത്തിന്റെ അമലുകൾ അല്ലാഹു ചേർത്ത് കൊടുക്കുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രായമുള്ളപ്പോൾ നമ്മുടെ യുവത്വം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടാൻ, പടച്ചവനെ, മഹത്തായ പവിത്രമായ യൗവനം എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നാലോചിച്ച് സങ്കടപ്പെട്ടാൽ അവന് അള്ളാഹു യുവത്വത്തിന്റെ അമലുകൾ രേഖപ്പെടുത്തി കൊടുക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ യൗവനം പടച്ചവന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ, അധാർമികതയിൽ തളർന്നു പോകാതെ, തിന്മകൾ വേരോട്ടം നടത്താൻ ശ്രമിക്കുമ്പോ അതിനനുസൃതമായി സഞ്ചരിക്കാതെ, അതിന് അനുകൂലമായി നീങ്ങാതെ, അതിനെതിരായി ഒരു യുവത്വത്തിന്റെ, യുവാവിന്റെ ധർമ്മം നിർവഹിക്കാൻ അവിടെ വീറോടെ വാശിയോടെ തിന്മക്കെതിരെ നന്മയുടെ കാവലാളായി മുന്നേറാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ യുവത്വത്തിന്റെ പ്രത്യേകത, അതാണ് നമ്മുടെ യുവത്വത്തിന്റെ ധർമ്മം. വിശുദ്ധ ഖുർആൻ നമ്മോട് അങ്ങനെയാണ് ആഹ്വാനം ചെയ്യുന്നത്. വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ ഒരു കൂട്ടം ഉണ്ടായിരിക്കട്ടെ, നിങ്ങളിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകട്ടെ. എന്താണ് ഈ കൂട്ടായ്മയുടെ പ്രത്യേകത? ഇതിനെ വ്യാഖ്യാനിച്ച് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്, ഈ ഉമ്മത്തുൻ എന്ന വാക്കിന്റെ അർത്ഥം അത് പ്രായമുള്ള ആളുകളല്ല, മറിച്ച് ചെറുപ്പക്കാരാണ്. എന്തിനും ത്രാണിയുള്ള ഒരു പ്രദേശത്ത് ഏത് നന്മ ചെയ്യാനും ഏത് തിന്മയെ തടയാനും ശേഷിയുള്ള ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ഉണ്ടാകണം. എന്നിട്ടോ എന്താണ് ആ കൂട്ടായ്മയുടെ അജണ്ട? അവരുടെ പ്രവർത്തനത്തിന്റെ മിനുട്സ് എന്താണ്? വിശുദ്ധ ഖുർആൻ പറയാണ്, വൽതകും മിൻകും ഉമ്മ. അവര് സദാചാര പോലീസാകാനുള്ളവരല്ല. ആ ഉമ്മത്ത്, ആ കൂട്ടായ്മയുടെ ലക്ഷ്യം അവര് നാട്ടിൽ നടക്കുന്ന തിന്മകൾക്കെതിരൊക്കെ കൈകൊണ്ട് നേരിടേണ്ടവരല്ല, മറിച്ച് അവർ ചെയ്യേണ്ടത് എന്താണ്? വിശുദ്ധ ഖുർആൻ അതിന് കൃത്യമായ ലൈൻ കാണിച്ചു തരുന്നു. യുവത്വത്തിന്റെ കൂട്ടായ്മകൾ നിർവഹിക്കേണ്ട ധർമ്മം അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഈ മഹത്തായ സംഗമത്തിൽ വന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് വിനയത്തോടെ ഖുർആന്റെ ഈ സന്ദേശം പകർന്നു തന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വൽതകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ ഒരു സംഘം ഉണ്ടാകട്ടെ. എന്താണ് ആ സംഘത്തിന്റെ പ്രത്യേകത? യദഊന ഇലൽ ഖൈർ,
ക്ഷണിക്കുന്ന, നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് ആളുകൾക്ക് കൽപ്പന നടത്തുന്ന, നന്മ പറഞ്ഞു കൊടുക്കുന്ന, നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന, വയൻഹൗന അനിൽ മുൻകർ, തിന്മ തടയുകയും ചെയ്യുന്ന, നാട്ടിൽ തിന്മകൾ വരുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്ന, അത് തടയാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടായ്മ ഓരോ പ്രദേശത്തും ഉണ്ടായിരിക്കട്ടെ എന്ന് വിശുദ്ധമായ ഖുർആന്റെ ആഹ്വാനം ഏറ്റെടുത്ത് ചെറുപ്പക്കാരാ, ധാർമ്മികമായ ബോധത്തിലൂടെ ജീവിതത്തിന്റെ നല്ല നാളെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചു മഹാന്മാരായ ആളുകൾ നമുക്ക് വഴികാട്ടി നടന്നു പോയതുപോലെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള ഒരുപാട് യുവാക്കൾ നമുക്ക് വഴികാണിച്ചു തന്നതുപോലെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, അങ്ങനെയുള്ള യുവതികളായ മഹതികൾ നമുക്ക് വഴികാണിച്ചു തന്നതുപോലെ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പറയണ്ട, പ്രത്യേകിച്ച് എന്തേ പറയണ്ട. ആരും എഴുന്നേറ്റ് പോകരുത്. മഹാനാരായ തങ്ങൾ അവർ ഓർമ്മപ്പെടുത്തി സദസ്സിൽ ദ്വാ ചെയ്ത് അവസാനം ദ്വാ കഴിഞ്ഞിട്ടല്ലാതെ ആരും പോകരുതെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഏറെ സമയം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മഹാനായ തങ്ങൾ അവർ ഓർമ്മപ്പെടുത്തിയതാണ്. തങ്ങൾ അവർ മന്ത്രിച്ചുകൊണ്ട് ഈ സദസ്സിന് സമാനമായി തന്നേച്ചു പോയ തേൻ കുപ്പികൾ, കുറഞ്ഞ തേൻ ബോട്ടിലുകളാണ് ഉള്ളത്. ഈ പരിപാടിയുടെ വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവരും നല്ല ഒരു സംഗീതം ഏറ്റെടുക്കാൻ മനസ്സ് കാണിക്കണം. തങ്ങൾ അവർ 6666 രൂപ സഹോദരങ്ങൾ, അതുകൊണ്ട് ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, വളരെ നല്ല ഒരു സദസ്സ്. മഹാന്മാരായ ആളുകളുടെ മദദ് ആഗ്രഹിച്ചുകൊണ്ട്, അവരുടെ പ്രീതിയും പൊരുത്തവും കാക്ഷിച്ചുകൊണ്ട്, അവരുടെ സ്നേഹം വാരിയെടുക്കാൻ കോരിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയ സദസ്സാണിത്. അല്ലാഹു റബ്ബുൽ ഇസ്സ ഈ സദസ്സ് കബൂലാക്കി തരുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും ഈ സദസ്സിനോട് സഹകരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയാണ്. മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സ്വർണ്ണമോതിരവും 5 കിലോഗ്രാം ഇറച്ചിയും നൽകിയിട്ടുണ്ട് ഈ സംരംഭത്തിലേക്ക്. അല്ലാഹു റബ്ബുൽ ഇസ്സ ഈ സ്വതക്ക സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ സ്വർണ്ണാഭരണം ഈ സദസ്സിലേക്ക് തന്നുകൊണ്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടത് മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാനാണ്. അല്ലാഹുവേ, ആ ഉപ്പയുടെ ഖബറിടത്തിന്റെ അവസ്ഥ നിനക്കല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല റഹ്മാനെ. ബർസഖിന്റെ ജീവിതത്തിലെ അവസ്ഥ ഒരാൾക്കും അറിയില്ല റബ്ബുരാനെ. അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, റബ്ബേ, സ്വർഗം ഒന്നുകിൽ ഖബർ സ്വർഗമാണ്, അല്ലെങ്കിൽ നരകം. ഈ രണ്ടിലൊരു അവസ്ഥയാണ് ഖബറിൽ ഉണ്ടാവുക. അല്ലാഹുവേ, ഈ സ്വർണ്ണാഭരണം നൽകിയ സഹോദരിയുടെ മരണപ്പെട്ടു പോയ ഉപ്പാക്ക് ഖബർ നീ സ്വർഗ സമാനമാക്കണേ തമ്പുരാനെ. സ്വർഗീയ സുഖം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ആ ഉപ്പാക്ക് ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഇതുപോലെ ഈ സംരംഭത്തിലേക്ക് സ്വർണ്ണാഭരണങ്ങൾ തരുന്ന മരണപ്പെട്ടു പോയവരെ ഓർത്തുകൊണ്ട് ആഭരണങ്ങൾ തന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയുന്നവർ, മക്കൾ, സഹോദരിമാർ ആരുണ്ടോ, അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ അല്ലാ. മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന ആളുകളുടെ അവസ്ഥ ഒരാൾക്കും അറിയില്ല. ഖബറിന്റെ ആഴങ്ങളിലേക്ക് ഓരോ മയ്യിത്തും ഇങ്ങനെ ദിവസേന ഇറങ്ങി പോകുന്നത് പോലെ അനുഭവിക്കുമെന്ന്, അതുപോലെ തോന്നുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഖബറിൽ കിടക്കുന്ന മയ്യത്തിന് ഓരോ ദിവസവും നമ്മളിങ്ങനെ ആഴത്തിലേക്ക് പോകുന്നത് പോലെ തോന്നും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു അവസ്ഥയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആരോടാ ഖബറിനുള്ളിലെ സങ്കടം നമ്മൾ പറയാം? ദുനിയാവിന്റെ മുകളിൽ നമുക്ക് സങ്കടം പറയാൻ പലരും ഉണ്ടല്ലോ, പല ആളുകളുമുണ്ട്. നമുക്ക് മക്കളോട് പറയാം, ഭാര്യയോട് പറയാം, അയൽവാസിയോട് പറയാം, കൂട്ടുകാരോട് പറയാം, പലരോടും പറയാം. ഖബറിനകത്ത് നമ്മളൊരു വിഷമം ആരോടാ പറയാം? ആലോചിച്ചു.
അവിടെയാണ് ആ വിഷമങ്ങൾക്ക് പരിഹാരമായി ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന എത്തുന്നത്. അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ഖബറിൽ കിടക്കുന്ന ആളുകൾ കൽ ഗരീഖ് ഫിൽ യം, അൽ മയ്യിതു ഫിൽ ഖബർ കൽ ഗരീഖ് ഫിൽ യം. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ഖബറിൽ കിടക്കുന്ന മയ്യിത്ത് ആഴത്തിൽ മുങ്ങിപ്പോകുന്നവനെ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആരാണ് തന്നെ രക്ഷപ്പെടുത്തുക എന്നവൻ താല്പര്യത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ നോക്കും ദുനിയാവിലേക്ക്. ആദരവായ റസൂലുള്ളാഹി ഇത് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ദുനിയാവിന്റെ മുകളിൽ ഒരാൾ ആഴത്തിൽ മുങ്ങിപ്പോവാണെങ്കിൽ രക്ഷപ്പെടുത്താൻ കയറെറിഞ്ഞു കൊടുക്കാൻ കഴിയും ഞങ്ങൾക്ക്. അയാളെ രക്ഷപ്പെടുത്താൻ കഴിയും. ഒന്നുകിൽ ആഴത്തിലേക്ക് ചാടി അയാളെ രക്ഷപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ അയാൾക്ക് ഒരു പിടിവള്ളി എത്തിച്ചു കൊടുക്കാൻ കഴിയും. എന്നാൽ ഖബറിന്റെ ആഴത്തിൽ മുങ്ങുന്ന ആളെ എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടുത്തും? അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, തസദ്ദഖൂ, നിങ്ങൾ സ്വതക്ക ചെയ്യുക, ലഹും, അവർക്ക് വേണ്ടി, വദ്ഉ ലഹും, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക, ഫഇന്നഹും നജാ ലഹും നജാത്ത്, അതാണ് അവർക്ക് രക്ഷയുടെ മാർഗം എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഴത്തിൽ മുങ്ങിപ്പോകുന്നവനെ പോലെ അനുഭവിക്കുന്ന ഖബറാളിക്ക് അതിൽ നിന്ന്, ആ ഒരു വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അത് അവർക്ക് വേണ്ടി നൽകുന്ന സ്വതക്കയും അവർക്ക് വേണ്ടി നൽകുന്ന ദുആയുമാണ്. ഇതാ ഇത്തരം വേദികളിൽ ഇത് രണ്ടും നടക്കുന്നു. മരണപ്പെട്ടു പോയ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സ്വർണ്ണമോതിരം സ്വതക്ക ചെയ്തിരിക്കുന്നു. അല്ലാഹുവേ, ഈ സ്വതക്ക നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഇതിന്റെ സവാബിനെ ആ മരണപ്പെട്ടു പോയ ഉപ്പ അതാരാണ്, പേരെന്താണ്, ഏതു ഖബറിലാണ് കിടക്കുന്നത് എന്നൊക്കെ നിനക്കറിയുമല്ലോ റഹ്മാനെ. അല്ലാഹുവേ, ആ ഉപ്പയുടെ ഖബറിലേക്ക് ഈ സ്വർണ്ണാഭരണത്തിന്റെ സവാബിനെ നീ എത്തിക്കണേ അല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ ഇതൊരു തണലായി, തുണയായി, കുളിരായി ഇതിന്റെ സുഖം നീ ഖബറിൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഇനിയും സഹോദരിമാർ സ്വർണ്ണമോതിരം തരുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അതുപോലെ ദുനിയാവിൽ പ്രയാസങ്ങളില്ലാതെ ജീവിച്ച് മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാൻ ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഏതാനും ബോട്ടിലുകൾ തേൻകുപ്പികളാണുള്ളത്. ഇൻഷാ അല്ലാഹ് അത് തങ്ങൾ അവർ തുടങ്ങി വെച്ചത് 6666 രൂപക്കാണ്. ഞാൻ ചോദിക്കുന്നു, വിശുദ്ധമായ ഖുർആന്റെ മുഴുവൻ ബറക്കത്തും ഉദ്ദേശിച്ചുകൊണ്ട് തങ്ങൾ അവർ തുടങ്ങി വെച്ച ഒരു സംരംഭം 6666 രൂപ എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ അത് വലിയൊരു സംഖ്യയാണ്. എന്നാൽ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആന്റെ ഒരു ഹർഫിന്റെ സവാബ് നമ്മൾ മനസ്സിലാക്കിയാലോ, വിശുദ്ധ ഖുർആനിലെ ഒരു ഹർഫിന്റെ സവാബ് നമ്മൾ മനസ്സിലാക്കിയാലോ 6666 എന്തെങ്കിലും ആണോ? ഒന്നുമല്ലല്ലോ. വിശുദ്ധ ഖുർആനിലെ ഒരു ഹർഫിന്റെ സവാബ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാനിത് പറയുമ്പോൾ ഓരോരുത്തരും മനസ്സുകൊണ്ടൊന്ന് ചിന്തിക്കുക. എനിക്ക് ഓരോരുത്തരും ആഗ്രഹിക്കുക, എനിക്ക് വേണം ഒരവസരം വിശുദ്ധമായ ഖുർആന്റെ ഫദ്ൽ എനിക്ക് കിട്ടാൻ എന്റെ ജീവിതത്തിൽ. ദുനിയാവിലും ഖബറിൽ കിടക്കുമ്പോഴും ഖുർആൻ തുണയാകണം നമുക്ക്. അപ്പോഴേ നമുക്ക് വിജയിക്കാൻ കഴിയും. ഖബറിൽ കിടക്കുമ്പോൾ ഖുർആൻ കൊണ്ട് തുണ കിട്ടുന്ന, ഖുർആൻ തുണയായി വരുന്ന ആളുകളുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഒരു സുന്ദര രൂപം ഖബറിലേക്ക് വരും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല വസ്ത്രം ധരിച്ച്, സുഗന്ധം ഉപയോഗിച്ച്, മനോഹരമായ വെട്ടിത്തിളങ്ങുന്ന മുഖവുമായി ഒരു സുന്ദര രൂപം നമ്മുടെ ഖബറിലേക്ക് കടന്നു വരും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സുന്ദര രൂപത്തെ കാണുമ്പോൾ സന്തോഷത്തോടു കൂടി എഴുന്നേറ്റുകൊണ്ട് ഖബറിൽ കിടക്കുന്നയാൾ ചോദിച്ചു, മൻ അൻത, നീ ആരാണ്? അപ്പോൾ ആ രൂപം പറയും, അനൽ ഖുർആനുല്ലദീ ഖറഅത ഫിദ്ദുനിയാ, ദുനിയാവിൽ വെച്ച് നീ ഓതിയ ഖുർആനാണ് ഞാൻ, ദുനിയാവിൽ വെച്ച് നീ ഓതിയ ഖുർആനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിലെ അകത്തളത്തിലേക്ക് കടന്നു വരും. ഇന്നീ ജിഅ്തുക ലിസുറൂരിക്,
നിന്റെ സന്തോഷത്തിന് വേണ്ടി, വലി ഫറഹിക്, നിന്റെ ആഹ്ലാദത്തിന് വേണ്ടി, നിനക്കൊരു കൂട്ടാകാൻ, നിനക്കൊരു തുണയാകാൻ, നിനക്കൊരു കൂട്ടുകാരനാകാൻ, നിന്നെ സന്തോഷിപ്പിക്കാൻ, നിന്നെ ആഹ്ലാദിപ്പിക്കാനാണ് ഞാൻ വന്നതെന്ന് ഖബറിൽ വന്നുകൊണ്ട് ഖുർആൻ പറയുമെന്ന് കളവ് പറയാത്ത നാവ് കൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഖുർആൻ നമ്മുടെ ഖബറിൽ വന്ന് ഷാഫിയാകാൻ, നമുക്ക് കൂട്ടുകാരനാകാൻ മനസ്സ് വെച്ചുകൊണ്ട് ഖുർആനിന്റെ ഓരോ ഹർഫിന്റെയും അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയാൽ, ഖുർആനിന്റെ ഓരോ ഹർഫിന്റെയും ഫള് വൽ ഹർഫു മിൻ ബിഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ഇന്ന ലികുല്ലി ഹർഫിൻ ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. ഒരു അക്ഷരത്തിന് ഒരു ഹസനത്തുണ്ട്. ശ്രദ്ധിക്കണേ, ഒരു അക്ഷരത്തിന് ഒരു ഹസനത്തുണ്ട്. ഖുർആനിലെ ഒരു അക്ഷരം ഓതിയാൽ അതിന് ഒരു ഹസനത്തുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. ഒരു ഹസനത്തിന് അല്ലാഹു കൂലി നൽകുന്നത് 10 ഇരട്ടിയായിട്ടാണെന്ന് മുഹമ്മദ് മുസ്തഫ. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ. അലിഫ് ലാം മീം എന്നത് സൂറത്തുൽ ബഖറ തുടങ്ങുന്നത് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ആയത്തിൽ കുറിക്കപ്പെട്ട അലിഫ് ലാം മീം എന്നതിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ. അലിഫ് ലാം മീം എന്നത് മൊത്തത്തിൽ ഒരു ഹർഫല്ല. അലിഫ് ലാം മീം എന്നത് മൊത്തത്തിൽ ഒരു ഹർഫല്ല. ബൽ അലിഫുൻ ഹർഫുൻ, അലിഫ് ഒരു അക്ഷരം, വലാമുൻ ഹർഫുൻ, ലാം വേറെ ഒരു അക്ഷരം, വമീമുൻ ഹർഫുൻ, മീം വേറെ ഒരു അക്ഷരം. അലിഫ് ലാം മീം എന്ന് ഓതുമ്പോൾ 3 ഹർഫാണ്. ആ 3 ഹർഫിന് 3 ഹസനത്താണ്. 3 ഹസനത്തിന് കിട്ടുന്ന പ്രതിഫലം 30 ആണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ മഹത്വം അങ്ങനെയാണ്. ആ ഖുർആന്റെ എണ്ണത്തിൽ ഏതാനും കുറഞ്ഞ കൂട്ടിലുള്ള അൽഹംദുലില്ലാഹ് ഈ സദസ്സ് ഏറ്റെടുക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്ക് അതിനുള്ള അഭിവൃദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് കൊടുക്കണമെന്നില്ല, വേണ്ടല്ലോ അല്ലെ, ഇന്ന് കൊടുക്കണമെന്നില്ല. ഞാൻ മനസ്സിലാക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകും. അവർക്കിടയിൽ, സഹോദരിമാർക്കിടയിൽ നമ്മുടെ പെൺകുട്ടികളുടെ വളണ്ടിയേഴ്സ്, അവരാ കാര്യം ശ്രദ്ധിക്കുക. കുറഞ്ഞ ബോട്ടിലുകളേ ഉള്ളൂ. ആദ്യം ആര് തയ്യാറാകുന്ന അവർക്ക് കൊടുക്കും. ഇൻഷാ അല്ലാഹ് അവസാനം ഖുർആന്റെ 100 കിട്ടാൻ വേണ്ടി നമ്മൾ അത് ഉൾപ്പെടുത്തി ഒരു ദുആ നടത്തി നമുക്ക് പിരിയാം, സന്തോഷത്തോടു കൂടി പിരിയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാ തയ്യാറുണ്ട്? ഒരാൾ പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് തങ്ങളുടെ കയ്യിൽ നിന്ന് ഏറ്റെടുത്തെങ്കിലും പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് ഒരാളൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറായി, ഒരാളൊന്ന് 6666. എന്നിട്ട് ഞാൻ അതിലൊരു ഫദ്ല് കൂടി പറഞ്ഞുതരാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കയ്യിൽ അള്ളാഹു നൽകിയ നിഅമത്തിൽ നിന്നൊരു വിഹിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കൊടുക്കുക എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് വിശുദ്ധമായ ഖുർആന്റെ ഫദ്ൽ എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കണം എന്ന നിയ്യത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും ഒരാളൊന്ന് 6666 രൂപക്ക് തയ്യാറായാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ. തീർച്ചയായും ഇത്തരം ഒരു സദസ്സിൽ വെച്ച് നമ്മൾ അങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് ഏറ്റെടുത്താൽ അള്ളാഹു ഒരിക്കലും നമുക്ക് അതിന്റെ പേരിൽ ഒരു പരീക്ഷണം തരില്ല, ഒരു ക്ഷീണം അള്ളാഹു തരില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ സദസ്സിൽ നിന്ന് ആര് തയ്യാറാകുന്നുവോ, പടച്ചവനെ ആര് തയ്യാറാകുന്നുവോ അവർക്ക് നീ അവരുടെ ജീവിതത്തിൽ ഖൈർ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ അഭിവൃദ്ധിയും കൊടുക്കണേ തമ്പുരാനെ. വിശുദ്ധമായ ഖുർആൻ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ശാഫിയാക്കണേ റഹ്മാനെ. അള്ളാഹു അവരുടെ കാര്യത്തിൽ ശുപാർശകനാക്കണേ തമ്പുരാൻ. ആരാ തയ്യാറുള്ളത്? ഒരാൾ, പുരുഷന്മാരുടെ ഭാഗത്ത് ഒരാൾ തയ്യാറുള്ളത് 6666 രൂപക്ക്. ഇന്ന് നിങ്ങൾ കൊടുക്കേണ്ടതില്ല, സാവകാശമുണ്ട്. നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് കൊടുത്തു തീർക്കാൻ ശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂലാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം സദസ്സുകളിൽ നിന്ന്
നിന്ന് ഇങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ടുപോയി ഉപയോഗിച്ച് ക്യാൻസർ വരെ സുഖപ്പെട്ടതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത് കോഴിക്കോട് ഖാദി സയ്യിദ് നാസർ ഹയ്യ് ശിഹാബ് തങ്ങൾ പങ്കെടുത്ത ഒരു വേദിയിൽ വിനീതൻ പ്രഭാഷണത്തിലുണ്ടായിരുന്നു. തങ്ങൾ ദുആ ചെയ്യാൻ എത്തിപ്പെട്ട ഒരു സദസ്സിൽ ഒരു സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സഹോദരി സ്റ്റേജിന്റെ അടുത്തേക്ക് ആവേശത്തോടെ വന്നത് ഞാൻ ഓർക്കുകയാണ്. കൊടുവള്ളിക്കടുത്തൊരു പരിപാടി. ആ സഹോദരി വന്നത് എന്തെന്നറിയോ നിങ്ങൾ? ആ സഹോദരി ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സഹോദരിയായിരുന്നു. ഗർഭപാത്രത്തിൽ മുഴ വന്നുകൊണ്ട് ഓപ്പറേഷന് വിധിക്കപ്പെട്ട് തിരുവനന്തപുരത്ത് RCCയിൽ ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു രോഗിയായിരുന്നു ആ സഹോദരി. RCCയിൽ ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു രോഗി. അങ്ങനെ ആ സഹോദരി ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റിന് വേണ്ടി ചെന്ന സമയത്ത് ആ സഹോദരിയെ ഓപ്പറേഷന്റെ മുന്നോടിയായി നടത്തിയ സ്കാനിംഗിൽ ഡോക്ടർ അത്ഭുതത്തോടെ പറഞ്ഞു, നിങ്ങളുടെ ഗർഭാശയത്തിൽ കാണപ്പെട്ടിരുന്ന മുഴ ഗണ്യമായ രീതിയിൽ കുറഞ്ഞു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടെന്നറിയില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. ഇപ്പൊ തിരക്കിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടതില്ല. നമുക്ക് അതിന്റെ മാറ്റങ്ങളൊന്ന് പരിശോധിച്ച് പഠിച്ചു നോക്കാം. അതിനനുസരിച്ച് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേഷന് തയ്യാറായി ഡേറ്റ് ഫിക്സ് ചെയ്ത് അഡ്മിറ്റിന് വേണ്ടി പോയ രോഗിയായ സഹോദരി തിരിച്ചു പോരുകയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അങ്ങനെ തിരിച്ചു വന്നു. വീണ്ടും പ്രതീക്ഷയോടുകൂടി ആ സഹോദരി എന്തേ കഴിച്ചത്, എന്ത് മരുന്ന് കഴിച്ചിട്ട് ആ രോഗം മാറിയതെന്നറിയോ നിങ്ങൾ? ഗർഭപാത്രത്തിൽ വന്ന മുഴ വളരെ തന്നെ അലോസരപ്പെടുത്തിയിരുന്ന, ഭക്ഷണം കഴിക്കാൻ വയ്യാതെ വിഷമിച്ച് വേദന സഹിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന ആ സഹോദരിക്ക് ശമനം കിട്ടിയത് എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾ? തങ്ങൾ അവർ കോഴിക്കോട് ഖാദി നാസർ ഹയ്യ് ശിഹാബ് തങ്ങൾ പങ്കെടുത്തൊരു വേദിയിൽ നിന്ന് ആ സഹോദരിയുടെ ഭർത്താവ് തങ്ങളെ കൊണ്ട് മന്ത്രിച്ച് ഒരു ബോട്ടിൽ തേൻ കൊണ്ടുപോയി തന്റെ ഭാര്യക്ക് കൊടുത്തു. ഒരു ബോട്ടിൽ തേൻ കൊണ്ടുപോയി തന്റെ ഭാര്യക്ക് കൊടുത്തു. 13,000 രൂപക്ക് ആ തേൻ വാശിയോടെ വിളിച്ചെടുത്ത് ആ സദസ്സിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ഭാര്യക്ക് കൊടുത്തു. ആ ഭാര്യ ക്യാൻസർ രോഗിയായി ഗർഭപാത്രത്തിൽ മുഴ വന്നുകൊണ്ട് പ്രയാസപ്പെട്ട് കഴിയുന്ന ഭാര്യ അത് കുടിച്ചു. അൽഹംദുലില്ലാഹ്. അതിനുശേഷമാണ് ഡോക്ടറെ പോയി കണ്ടത്, ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ചെന്നത്. ഡോക്ടർ പറഞ്ഞു, നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തുകൊണ്ട് പരിശോധന നടത്തിയിട്ട് ഓപ്പറേഷൻ വേണമെങ്കിൽ ചെയ്യാം, ഇപ്പൊ വേണ്ടതില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ആ സഹോദരി വന്ന് അത്ഭുതത്തോടുകൂടി വന്ന് ഈ തേന് പിന്നെയും പല തവണകളിലായി ആത്മവിശ്വാസത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി കുടിക്കുകയും തങ്ങൾ അവരുടെ നേരിട്ട് ബന്ധപ്പെടുകയും തങ്ങൾ അവരിൽ നിന്നൊരു ദിക്ർ കൂടി വാങ്ങി ആ രോഗശമനത്തിന് വേണ്ടി അത് ചൊല്ലുകയും ആ തേൻ മന്ത്രിച്ച തേൻ കുടിക്കുകയും ചെയ്തു. ഇന്ന് അൽഹംദുലില്ലാഹ് കൊടുവള്ളിക്കടുത്ത ഒരു പ്രദേശത്ത് ആ സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗർഭാശയത്തിലെ മുഴ പൂർണ്ണമായും ഭേദപ്പെട്ട് ഓപ്പറേഷൻ വേണ്ടി വരാത്ത വിധത്തിൽ ആ മുഴ പൂർണ്ണമായും സുഖപ്പെട്ടുകൊണ്ട് അൽഹംദുലില്ലാഹ് അതിന്റെ സന്തോഷം പറയാൻ, തങ്ങളോട് അതിന്റെ സന്തോഷം പറയാൻ ആ സഹോദരി വന്നത് ഞാൻ ഓർക്കുകയാണ്. ഇപ്പോഴും എന്റെ കണ്ണിലത് കാണുന്നത് പോലെ. അതാണ് മഹാന്മാരായ തങ്ങന്മാർ. അവർ മന്ത്രിച്ച് അവരുടെ സമ്മതത്തോടുകൂടി നമുക്ക് ഇത്തരം സദസ്സുകളിൽ വെച്ച് ഇങ്ങനെയുള്ള വസ്തുക്കൾ നൽകുമ്പോൾ അതിന് പവറുണ്ട് എന്ന് തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആരാ തയ്യാറുള്ളത്? ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് 6666 ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി ഇത്തരം പ്രയാസങ്ങളിൽ, ആവശ്യങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാൻ തയ്യാറുള്ളവരാരാണ്? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ, സഹോദരിമാരുടെ ഭാഗത്ത് ആദ്യമായ ഒരാള് നേരത്തെ തങ്ങളുടെ കയ്യിൽ ഏറ്റെടുത്തു, സഹോദരിമാരാണ് വിജയിപ്പിച്ചത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെങ്കിലും എല്ലായിടങ്ങളിലും ഉമ്മമാർ തന്നെയാണ് ദീനി സംരംഭങ്ങളിൽ കൂടുതൽ ആവേശത്തോടുകൂടി ഇത്തരം കാര്യങ്ങളിലൊക്കെ പങ്കാളികളാകാറുള്ളത്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഒരു സഹോദരി ഏറ്റെടുത്തിരിക്കണം, അള്ളാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ. ഇനി ആരാ? കുറച്ച് ബോട്ടിലുകളാ ഉള്ളത്. ഉമ്മമാരുടെ ഭാഗത്ത് തന്നെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തയ്യാറായാൽ ഇന്ന് കൊടുക്കേണ്ടതില്ല. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സംഘാടകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പേര് കൊടുത്ത്, നിങ്ങളുടെ കഴിവിനനുസരിച്ച് അത് കൊടുത്ത് തീർത്താൽ മതി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.